ഓം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നമസ്തേ. അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖലയും താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രവും ചേർന്ന് നടത്തുന്ന വൈശാഖ മാസാചരണത്തിൽ ഇന്ന് പ്രഭാഷണത്തിനായി എത്തിയിട്ടുള്ളത് ശ്രീ എഗ്ദ നീലവന ഈശ്വരൻ നമ്പൂതിരി അവറുകളാണ്. അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ യജ്ഞത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും തന്ത്രി സമാജത്തിന്റെയും TVSRCയുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം. യാ ദേവീ സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവീ സർവഭൂതേഷു വിദ്യാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവീ സർവഭൂതേഷു ഭൂതഭാവേന സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവീ സർവഭൂതേഷു ശബ്ദരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. സർവാദരണീയരായ സജ്ജനങ്ങളുടെ മുന്നിൽ ഇന്ന് രണ്ടാം ദിവസം ശ്രീമദ് ദേവി ഭാഗവതം ഏകാദശ സ്കന്ധം പ്രഭാഷണം ചെയ്യാൻ ഒരവസരം ലഭിച്ചത് അത്യന്തം സുഹൃതമായിട്ട് കരുതുക. പലപ്പോഴും നമ്മൾ പ്രഭാഷണം ചെയ്യുക എന്ന് പറയുന്നത് മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടി എന്ന ഒരു ധാരണ പൊതുവേ ഉള്ളതാണ്. പക്ഷെ ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയത്തിൽ പ്രഭാഷണം ചെയ്യണം എന്ന് പറയുമ്പോൾ അത് എനിക്ക് തന്നെ നന്നാവാനുള്ള ഒരു വഴി എന്ന നിലയിലാണ് ഞാൻ അതിനെ കാണുന്നത്. മിക്കവാറും അത്തരക്കാർ ഒരുപാട് പേര് ഈ രംഗത്തുണ്ടാവും. അപ്പോ എനിക്ക് വിഷയങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കാൻ, എൻ്റെ ഉള്ളിലുള്ള ആശയം പുറത്തേക്ക് വരുമ്പോൾ അതിനെ തന്നെ വിധിയാമ്പണ്ണം മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ള ഒരു ആത്മനിഷ്ഠമായ പ്രക്രിയ എന്ന നിലയിലാണ് പ്രഭാഷണത്തെ ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് എത്രത്തോളം അത് ഗുണകരമായി എന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, കേൾക്കുന്ന ഓരോരോ ആൾക്കാരും പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അത് എനിക്ക് മനസ്സിലാവുകയും, മാത്രമല്ല അതിൻ്റെ ഗുണദോഷങ്ങൾ വിവേചിച്ച് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് അടുത്ത പ്രഭാഷണത്തിലെങ്കിലും അത് പരിഷ്കരിക്കാൻ സാധിക്കും. ഏതായാലും ദേവിയുടെ മാഹാത്മ്യത്തെയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥ, ഉപകഥ തുടങ്ങിയവയും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഏകാദശ സ്കന്ധത്തിൽ ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങൾ ആചാരം പരമമായ ഒന്നാണ്. ആചാരപ്രഥമോ ധർമ്മ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രഥമമായ ആചാരം, പ്രഥമമായ ധർമ്മം, ആചാരം, ഇങ്ങനെയാണ് അതിനെ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഈ 11ാമത്തെ സ്കന്ധത്തിൽ മുഴുവൻ നമ്മളോട് സംസാരിക്കുന്നത് ഭഗവാൻ നാരായണൻ, നാരദർക്കുള്ള ഉപദേശം എന്നുള്ള നിലയിൽ. അങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തില് പ്രഭാതകൃത്യം എന്താണ്, ശൗചവിധി എന്താണ്, സ്നാനം എങ്ങനെയാണ്, രുദ്രാക്ഷം
സ്നാന അനന്തരം രുദ്രാക്ഷം ധരിച്ചു ജപിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? രുദ്രാക്ഷത്തിന്റെ പ്രാധാന്യം എന്താണ്? രുദ്രാക്ഷങ്ങളുടെ വൈവിധ്യങ്ങൾ എന്താണ്? ഏകമുഖ രുദ്രാക്ഷം മുതൽ മുകളിലോട്ടുള്ള ഓരോ മുഖത്തിന്റെയും ദേവതകളും പ്രാധാന്യവും അങ്ങനെ ഒക്കെ പറഞ്ഞു. അത് ജപമാലയായിട്ട് ധരിക്കുന്നത് എങ്ങനെയാണ് എന്നാണ്. ഇന്നലെ അതൊന്ന് സൂചിപ്പിച്ചു പോയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇന്ന് അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞുവല്ലോ, 24 അധ്യായങ്ങളിലായിട്ട് 1240 പദ്യങ്ങള് ഈ ഏകാദശ സ്കന്ധത്തിൽ ഉണ്ടാവുമ്പോൾ ഇന്നലെ പറഞ്ഞ ഈ 5ഉം പിന്നെ രുദ്രാക്ഷ മഹിമ, അതും ഓരോ മുഖവും ഓരോ ദേവതയും രുദ്രാക്ഷത്തെ സംബന്ധിച്ച് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വന്നത്. അപ്പൊ അവിടെ ഇത്രയും കഴിഞ്ഞ് ഭൂതശുദ്ധി എന്ന് പറയുന്ന നമ്മളുടെ ശരീരം പഞ്ചഭൂതാത്മകമാണെന്നും ആ ശരീരത്തെ ബാഹ്യാഭ്യന്തരമായി ശുചിത്വപൂർണമാക്കേണ്ടതുണ്ടെന്നും അതിനുള്ള പ്രക്രിയ എന്താണെന്നും പറയുക. ഒരു ഉപാസകനെ സംബന്ധിച്ച് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, വർണ്ണാശ്രമ വിധാനം അനുസരിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഇന്ന് പറയേണ്ട വിഷയങ്ങൾ. അപ്പൊ അതില് ഭസ്മധാരണം, അതിന്റെ മഹത്വം, ഭസ്മത്തിന്റെ മഹത്വം, ഭസ്മം എങ്ങനെ ഉണ്ടാക്കണം, ഭസ്മം എങ്ങനെ ഉണ്ടാക്കണം എന്ന് മാത്രമല്ല ഭസ്മം എങ്ങനെയാണ് തൊടേണ്ടത്, സന്ധ്യോപാസന ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം എന്താണ്, സന്ധ്യ മുതലായിട്ടുള്ള സമയത്തെ കർമ്മങ്ങൾ എന്താണ്, 3 തരത്തിലുള്ള സന്ധ്യാവന്ദനം എങ്ങനെയാണ്, ഗായത്രി എന്ന മന്ത്രത്തിന്റെ വൈശിഷ്ട്യം, ആ ഗായത്രി മന്ത്രത്തിന്റെ പുനശ്ചരണം എങ്ങനെയാണ്, വൈശ്വദേവാദികളായ ക്രിയകൾ എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത്, കൃച്ഛ്രാദികൾ, ചാന്ദ്രായണം തുടങ്ങിയിട്ടുള്ള പ്രാജോപത്യം തുടങ്ങിയിട്ടുള്ള വിധാനങ്ങൾ, അതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ്, ഇത്രയും പറഞ്ഞ് അവസാനം കാമ്യകർമ്മങ്ങളും പ്രായശ്ചിത്തവും പറഞ്ഞ് ഈ ഏകാദശ സ്കന്ധം ഉപസംഹരിക്കുകയാണ് നാരായണമുനി. അപ്പോഴ് അദ്ദേഹം പറയുന്നത്, ഇന്നലെ ഞാനത് ചുരുക്കി ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ലക്ഷണം ജപമാലായ ശൃണു വക്ഷ്യാമി ഷൺമുഖ രുദ്രാക്ഷസ്യ മുഖം ബ്രഹ്മ ബിന്ദു രുദ്രയിതീരിത. ജപമാലയെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ ഈശ്വരൻ ഷൺമുഖനോട്, ഭഗവാൻ ശിവൻ പുത്രനായ ഷൺമുഖനോട് രുദ്രാക്ഷ മാല എങ്ങനെ ഉണ്ടാക്കണം എന്ന വിധാനമാണ് ആദ്യം പറയുന്നത്. ഇപ്പൊ ജപമാലയുടെ ലക്ഷണം ഞാൻ പറയാം, കേട്ടോളൂ എന്നാണ് ആദ്യം തന്നെ പറഞ്ഞത്. രുദ്രാക്ഷത്തിന്റെ മുഖം ബ്രഹ്മാവ്, അതിൻ്റെ ബിന്ദു അത് രുദ്രൻ, അതിൻ്റെ പുച്ഛം വാൽഭാഗം അത് വിഷ്ണു. എന്താ കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാമോ? ആരെങ്കിലും ഒരാൾ കേൾക്കുന്നില്ലേ? കേൾക്കാം സാർ. കേൾക്കാം കേൾക്കാം. ശരി, ഓക്കെ. അപ്പോ വിഷ്ണു ഇങ്ങനെ മൂർത്തിയുടെ സ്വരൂപമാണ്. ഗുണ
ഒരേ സമയം അഭ്യയവും ശബ്ദം മുറിഞ്ഞു പോകുന്നുണ്ട്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. പല വർണ്ണത്തില് ഉണ്ടാവും. എന്താ ഇവിടെ മഴക്കാറ് കൂടിയത് കൊണ്ടാണ്. വീഡിയോ ഓഫ് ചെയ്യട്ടെ. അപ്പോ ഇങ്ങനെയുള്ള രുദ്രാക്ഷങ്ങൾ ഗോപുച്ഛാകൃതി കോർത്തെടുക്കണം. എന്ന് പറഞ്ഞാൽ ഗോവിന്റെ വാല്, അതിന്റെ വാലറ്റം എങ്ങനെയാണോ അതേ നിലയിൽ അതിനെ കോർത്തെടുക്കണം എന്നർത്ഥം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വക്ത്രം വക്ത്രേണ സംയോജ്യം പുച്ഛം പുച്ഛേന യോജേത് മേരുമൂർധ്വമുഖം കുര്യാദൂർധ്വം നാഗപാശകം ഏവം സംഗ്രഥിതാം മാലാം മന്ത്രസിദ്ധിപ്രദായിനീം പ്രക്ഷാള്യ ഗന്ധതോയേന പഞ്ചഗവ്യേന ചോപരി. വക്ത്രം വക്ത്രത്തോടെ സംയോജിപ്പിക്കണം. മുഖവും മുഖവുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്. ഒന്നിന്റെ മുഖം മറ്റേതിന്റെ വാല് എന്ന ക്രമത്തിൽ ഇങ്ങനെ സാധാരണ നമ്മൾ ഈ മാലയൊക്കെ കോർക്കില്ലേ, ഈ എലഞ്ഞി മാലയൊക്കെ കോർക്കുന്നത് പോലെ ഒരേ ടൈപ്പിൽ, അല്ലെങ്കിൽ താമര മാലയൊക്കെ കോർക്കുന്നത് പോലെയല്ല കോർക്കുക. എങ്ങനെയാ കോർക്കുക? ഒന്നിന്റെ വക്ത്രം മറ്റൊന്നിന്റെ വക്ത്രവുമായി ബന്ധപ്പെടുന്ന വിധത്തിൽ അടുത്തടുത്ത രണ്ട് കല്ലകൾ കോർക്കണം. അപ്പോ രണ്ടാമത്തെ കല്ലയുടെ പുച്ഛമായിരിക്കും മുകളിൽ വരിക. അതിന് മൂന്നാമത്തെ കല്ലയുടെ പുച്ഛം മുട്ടുന്ന വിധത്തിൽ കോർക്കണം. ഇങ്ങനെ പുച്ഛം പുച്ഛേന യോജയേ. അപ്പം രുദ്രത്തിന്റെ മേലോട്ടാക്കി അതിന് മുകളിലായിട്ട് എന്താ വേണ്ടത്? കുര്യാപൂർധ്വം നാഗപാശകം. നാഗപാശ ഇതിന്റെ ഒരു വിധാനമാണ്. അങ്ങനെ കെട്ടിയിട്ടുള്ള മാലയാണ് പഞ്ചഗവ്യം തുടങ്ങിയിട്ടുള്ള ബുദ്ധിപ്രക്രിയയിലൂടെ. ഇവിടെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ഥലത്തും മണിയാണ് അണിപ്പോഴ് ശ്രദ്ധിക്കേണ്ട അത് ശുദ്ധി എപ്പോഴും ഉണ്ടാവണം. ഇതൊക്കെയാണ് അതിന്റെ നിഷ്കർഷം. ആർക്കും ഏത് സമയത്തും രുദ്രാക്ഷം ധരിക്കാം, ശുദ്ധമായിരിക്കണം ശരീരവും മനസ്സും എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അത് സ്വർണം കെട്ടിയതാവാം, അല്ലാത്തതാവാം, വെള്ളി കെട്ടിയതാവാം, സാധാരണ വെറും രുദ്രാക്ഷം മാത്രമായിട്ടും ആവാം. അതെന്താ ശബ്ദം മുറിഞ്ഞു പോകുന്നു? എന്താ കാരണം എന്നറിയില്ല. നോക്കാം ശരിയാവോ. റേഞ്ചിന്റെ കുറവുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇങ്ങനെ രുദ്രാക്ഷമാല 108 50 ഒക്കെ അതിന്റെ എണ്ണത്തിനനുസരിച്ച്, ആവശ്യത്തിനനുസരിച്ച് അതിന്റെ എണ്ണത്തെ കണ്ടുകൊണ്ട് വേണം ഉണ്ടാക്കാൻ. അത് ജപമാലയായിട്ട് ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ രുദ്രാക്ഷം ഇത്രയൊക്കെ മഹത്വപൂർണമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് 6-ാമത്തെ അധ്യായത്തിൽ അതിന്റെ മാഹാത്മ്യം പറഞ്ഞത്. ഉച്ചൈശ്രവാ യഥാശ്വാനം ദേവാനാം ഈശ്വരോ യഥാ ദേവീനാം തു യഥാ ഗൗരി തശ്രേഷ്ഠമിതം ഭവേത്. അശ്വങ്ങളിൽ ഉച്ചൈശ്രവസ്, ദേവന്മാരിൽ ശിവൻ, ദേവിമാരിൽ ഗൗരി, ഇവരൊക്കെ എങ്ങനെ ശ്രേഷ്ഠമായിരിക്കുന്നുവോ അതേപോലെ ശ്രേഷ്ഠമാണ് രുദ്രാക്ഷം എന്ന് പറയാം. ഇതിനേക്കാളും ഉത്തമമായിട്ട് മറ്റൊരു വസ്തുവില്ല എന്നൊക്കെ
ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു ഗ്രന്ഥത്തിലെ ഒരു വിഷയം പറയുന്ന സമയത്ത് അതിനേക്കാൾ കേമമായിട്ട് മറ്റൊന്നില്ല എന്ന് പറയുന്ന വർത്തമാനത്തെയാണ് നമ്മൾ അർത്ഥവാദം എന്ന് പറയുക. ഇങ്ങനെ അനവധി അർത്ഥവാദങ്ങൾ ഈ സന്ദർഭത്തിലൊക്കെ വേണ്ടിവരും രുദ്രാക്ഷത്തിൽ. അപ്പോ ഭസ്മത്തിന്റെ അടുത്തെത്തുമ്പോൾ പറയും ഭസ്മധാരണം പോലെ കേമമായിട്ട് ലോകത്തിൽ മറ്റൊന്നില്ല എന്ന് പറയും. അപ്പൊ അതൊക്കെ നമ്മൾ അതാത് വർത്തമാനത്തിന്റെ ശ്ലോകത്തിന്റെ ഗൗരവത്തില് അതാത് വിഷയങ്ങളെ കണ്ടുകൊള്ളണം. അപ്പൊ രുദ്രാക്ഷത്തില് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാള് ധരിച്ച് ഉപേക്ഷിച്ച രുദ്രാക്ഷം മറ്റൊരാള് ധരിക്കാൻ പാടില്ല എന്നൊരു നിഷ്കർഷ വെച്ചിട്ടുണ്ട്. ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പൊ രുദ്രാക്ഷം കൊണ്ട് എങ്ങനെയാണ് ജനങ്ങൾ പാപമുക്തി നേടുന്നത് എന്നുള്ളതിന് ഒരു ചെറിയ കഥയൊക്കെ അതിൻ്റെ കൂടെ പറയുന്നുണ്ട്. കഥയ്ക്കൊന്നും വലിയ പ്രാധാന്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് സുധീഷണന്റെ പത്നിയായിട്ടുള്ള മുക്താവലി എന്ന് പറഞ്ഞിട്ടുള്ള കോസല ഗിരിനാഥൻ എന്നു പേരായിട്ടുള്ള ഒരു ബ്രാഹ്മണന്റെ വേഴ്ചയും അതുപോലെ അതുമായി ബന്ധപ്പെട്ട് അയാളുടെ ജീവിതത്തിന് വേണ്ടി മോഷണാദി ക്രിയകളിലേക്ക് വ്യാപരിക്കലും ബ്രാഹ്മണാദികളെ ഹനിച്ചിട്ട് പോലും ധനം സമ്പാദിക്കാനുള്ള ശ്രമവും ഒക്കെ ചെയ്ത് അവസാനം എന്തൊക്കെ ലോകത്തിൽ ചെയ്യാമോ പാപകർമ്മങ്ങൾ അതൊക്കെ ചെയ്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള അയാൾ കുറെ കാലം കഴിഞ്ഞപ്പോഴ് പല വിധത്തിലുള്ള അസുഖങ്ങളും രോഗങ്ങളും ഒക്കെ പെട്ട് മരണ ആസന്നനായി ഭൂമിയിൽ ഒരിടത്ത് വീണ് മരിക്കുന്നു. ഈ സമയത്ത് അദ്ദേഹത്തെ കൊണ്ടുപോകാനായി ശിവലോകത്ത് നിന്ന് കുറച്ച് ഭൂതഗണങ്ങൾ ശിവഗണങ്ങൾ അവിടെ വരുന്നു. അതേപോലെ യമകിങ്കരന്മാരും അവിടെ എത്തിപ്പെടുന്നു. അവർ തമ്മിൽ ചർച്ചയാവുന്നു. ശിവദൂതന്മാരെന്തിനു വന്നു? ഇയാൾ എന്ത് ഗുണമാണ് ചെയ്തിട്ടുള്ളത്? ഇയാൾ ഇത്രയും കാലം ചെയ്തതൊക്കെ മഹാപാതകമാണല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ വന്നത്? നമ്മുടെ അധികാരമാണ് ഇയാളെ കൊണ്ടുപോകാൻ എന്ന് യമകിങ്കരന്മാർ പറയുന്നു. അപ്പോ ശിവദൂതന്മാർ പറയുന്നു അത് ശരിയല്ല. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം വീണ് മരിച്ച സ്ഥലത്ത് ഭൂമിക്കടിയില് രുദ്രാക്ഷം കിടപ്പുണ്ട്. അപ്പൊ ആ രുദ്രാക്ഷത്തിന്റെ മുകളിലാണ് ഇദ്ദേഹം മരിച്ചത് എന്നതുകൊണ്ട് ഇത്രയും കാലം ചെയ്ത എല്ലാ പാപങ്ങളും നശിച്ച് അദ്ദേഹത്തെ ശിവലോകത്തേക്ക് കൊണ്ടുപോകാനാണ് വിധി. അതുകൊണ്ട് തടയരുതെന്ന് പറഞ്ഞ് അയാളെ ശിവലോകത്തേക്ക് കൊണ്ടുപോയി എന്ന ഒരു അർത്ഥവാദ കഥ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക. അത് തികച്ചും അർത്ഥവാദമാണെന്ന് ഞാൻ പറയാൻ കാരണം, രുദ്രാക്ഷത്തിന്റെ മാഹാത്മ്യം അത്രത്തോളം ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ എന്തു പാപവും ചെയ്തിട്ട് അവസാനം രുദ്രാക്ഷത്തെ ശരണം പ്രാപിച്ചാൽ മതി എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് രുദ്രാക്ഷത്തിന് അത്രയും മാഹാത്മ്യം ഉണ്ട് എന്ന് കാണിക്കലാണ്, അല്ലാതെ അതൊരു ലൈസൻസ് ആയിട്ട് എടുക്കലല്ല. ഇതാണ് ആ അധ്യായം ഉപസംഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മുന്നിൽ കാണിച്ച കഥ. അത് കഴിഞ്ഞ് ഓരോ മുഖവും രുദ്രാക്ഷത്തിന്റെ ഓരോ മുഖവും എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ നാരദരോട് ശ്രീനാരായണ മഹർഷി പറയുകയാണ്. ഏവം നാരദ ഷഡ്വക്ത്രോ ഗിരീശേന വിബോധിത രുദ്രാക്ഷ മഹിമാനം ച ജ്ഞാത്വാസീത് സകൃതാർത്ഥകഃ. ശിവൻ പറഞ്ഞതനുസരിച്ച് ഷൺമുഖൻ അത്യന്തം കൃതാർത്ഥനായി ഇത്തം ഭൂതാനുഭാവോയം രുദ്രാക്ഷോ വർണ്ണിതോ മയാ സദാചാര പ്രസംഗേണ ശൃണു ചാന്യത് സമാഹിത.
യഥാ രുദ്രാക്ഷ മഹിമാ വർണ്ണിതാനന്ദ പുണ്യത ലക്ഷണം മന്ത്രവിന്യാസം തഥാഹം വർണ്ണയാമി തേ. ഇങ്ങനെ അതിന്റെ മന്ത്രവിന്യാസത്തെ കുറിച്ചും കൂടി ഞാനിതാ നിനക്ക് വേണ്ടി പറയാൻ പോവാണ് എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നു, ലക്ഷം തു ദർശനാത് പുണ്യം കോടി സ്പർശനാത് ഭവേത് തസ്യ കോടി ഗുണം പുണ്യം ലഭതേ ധാരണാന്നര. ഈ രുദ്രാക്ഷം കണ്ടു കഴിഞ്ഞാൽ തന്നെ, ദർശനം കൊണ്ട് തന്നെ 1,00,000 പുണ്യം കിട്ടും. അത് സ്പർശിച്ചാൽ കോടി ഗുണം കിട്ടും. ഇനിയോ അത് ധരിച്ചാലോ അതിൻ്റെയൊക്കെ ഇരട്ടിയായിട്ട് കോടികളായിട്ട് പുണ്യം കിട്ടും എന്ന് ചുരുക്കി ആദ്യത്തെ ഒരു ശ്ലോകം കൊണ്ട് പറയാണ്. രുദ്രാക്ഷം ധരിച്ച് മന്ത്രം ജപിച്ചാൽ അതിന് ഗുണം ഇരട്ടിയാണ്. ആ രുദ്രാക്ഷം കയ്യിൽ വെച്ച് എണ്ണിക്കൊണ്ട് രുദ്രാക്ഷം കൊണ്ട് എണ്ണം പിടിച്ച് ജപിച്ചാൽ അതിന് അനന്തകോടി പുണ്യം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇപ്പൊ രുദ്രാക്ഷവും ഭദ്രാക്ഷവും എന്ന് പറഞ്ഞിട്ട് 2 തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒന്ന് കുറച്ച് പരന്ന് ആമയുടെ പുറന്തോട് പോലെ 2 ഭാഗത്തുമായിട്ടുള്ള ഒരു സാധനം, അതിനെയാണ് പറയാം. അപ്പൊ ഇങ്ങനെ അത് രണ്ടിലും വെച്ച് രുദ്രാക്ഷത്തിനാണ് മാഹാത്മ്യം എന്നാണ്. ഭദ്രാക്ഷം എന്നോ പത്രാക്ഷം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇവിടെ. അപ്പൊ അതില് രുദ്രാക്ഷം തന്നെയാണ് ധരിക്കേണ്ടത്. മറ്റേതിനേക്കാൾ കുറച്ചും കൂടി ഗുണം ഉണ്ടാവും. അത് ഏത് സമയത്തും ധരിക്കാം എന്ന് പറയാം. അപ്പോ നേരത്തെ ഉണ്ടായ സംശയത്തെ ദൂരീകരിക്കാൻ വേണ്ടി പറയാണ്. പരതത്വധാരണാച്ച ജായതേ തത്പ്രകാശനം ദ്വിവക്ത്രസ്തു മുനിശ്രേഷ്ഠ അർദ്ധനാരീശ്വരോ ഭവേത്. എല്ലാ രുദ്രാക്ഷങ്ങളും മന്ത്രം ജപിച്ചുകൊണ്ട് കൊരുത്ത മാല ധരിക്കണം. ഒരു മുഖമുള്ള രുദ്രാക്ഷം ബ്രഹ്മതത്വത്തെ, പരമതത്വത്തെ ബോധിപ്പിക്കുന്നതാണ്. 2 മുഖമുള്ള രുദ്രാക്ഷമാവട്ടെ അത് അർദ്ധനാരീശ്വര സങ്കല്പത്തോടു കൂടിയതാണ്. 3 മുഖമുള്ള രുദ്രാക്ഷം അഗ്നിക്ക് തുല്യമാണ്. അതിന്റെ ഫലം സ്ത്രീ പാപാദികളെ നശിപ്പിക്കുന്നൊക്കെയാണ്. അങ്ങനെ 3 അഗ്നികളാണ് ലോകത്തിലുള്ളത്. നമുക്കറിയാം, യാഗം ചെയ്യുന്ന സമയത്ത് ഗാർഹപത്യം, ആഹവനീയം, ദാക്ഷിണാത്യം എന്ന് പറഞ്ഞിട്ട് 3 തരത്തിലുള്ള അഗ്നികളാണ്. ഈ 3 മുഖമുള്ള രുദ്രാക്ഷം അതിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ്, അഗ്നിയുടെ സ്വരൂപമാണ് എന്നാണ്. അത് ധരിച്ചാൽ ഈ 3 അഗ്നികളും പ്രസാദിച്ചതുപോലെയാണ്. 4 മുഖമുള്ള രുദ്രാക്ഷം ബ്രഹ്മാവിന് തുല്യാണെന്നും ഒക്കെ പറയണു. അങ്ങനെ ഓരോ മുഖവും കൂടി വരുന്നതിനനുസരിച്ച് ഓരോ ദേവതകളും ഒക്കെയാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ മദ്യം മാംസം ച ലശുനം പലാണ്ടും ശീഘ്രമേവ ച ശ്ലേഷ്മാതകം വിഡ്വരാഹം ഭക്ഷണേ വർജയേത്തത. രുദ്രാക്ഷം ധരിക്കുന്ന ആള് വർജിക്കേണ്ട ചില കാര്യവും കൂടി അധ്യായം ഉപസംഹരിക്കുമ്പോൾ നമ്മളോട് പറയുന്നു. എന്താണ് പറയുന്നത്? മത്സ്യം, മാംസം, മദ്യം, ലശുനം, ഉള്ളി, പലാണ്ടു, വെളുത്തുള്ളി മുതലായിട്ടുള്ള സംഗതികൾ, അതുപോലെ ശീഘ്രു, മുരിങ്ങ, അമേധ്യം തിന്ന് നടക്കുന്ന മൃഗം, അതാണ് വിഡ്വരാഹം. വരാഹം എന്ന് പറഞ്ഞ പന്നി അർത്ഥം. അപ്പോ ഈ പന്നിയുടെ മാംസം ഇതൊക്കെ വർജിക്കണം എന്നാണ് പറഞ്ഞത്. പുണ്യ ദിനങ്ങളിൽ ഈ രുദ്രാക്ഷം ധരിച്ച് ജപിക്കണം എന്ന് പറഞ്ഞ് അധ്യായവും അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഭൂതശുദ്ധിയെ കുറിച്ചിട്ട് നമ്മളോട്
ഭൂതശുദ്ധിപ്രകാരം ച കഥയാമി മഹാമുനെ മൂലാധാരാത് സമുത്ഥായ കുണ്ടലീം പരദേവതാം സുഷുമ്നാമാർഗമാശ്രിത്യ ബ്രഹ്മരന്ധ്രഗതാം സ്മരേ ജീവം ബ്രഹ്മണി സംയോജ്യ ഹംസമന്ത്രേണ സാധക എന്ന് പറഞ്ഞിട്ട് ഭൂതശുദ്ധി ചെയ്യേണ്ട വിധത്തെക്കുറിച്ച് ഞാൻ പറയാം. മൂലാധാരത്തെ തൊട്ടുണർത്തി പരദേവതയായ കുണ്ടലിനി ശക്തിയെ ഈ സുഷുമ്നാ നാഡിയിലൂടെ ബ്രഹ്മരന്ധ്രത്തിലേക്ക് എത്തിക്കുക. അതാണ് യോഗ ക്രമം. അതിന് ഹംസമന്ത്രം ജപിക്കുക. ബ്രഹ്മത്തോട് അപ്പോൾ നമ്മൾ ചേർന്ന് വരും. ജീവാത്മാവും പരമാത്മാവും ഒരേ അംശമാണെന്നുള്ള തോന്നിച്ചുണ്ടാവും എന്നാണ്. അപ്പൊ അതിനെന്തൊക്കെയാ വഴി എന്നുള്ള വിശദമായ മാർഗമാണ് പിന്നീട് പറയുന്നത്. പാദാതി ജാനുപര്യന്തം ചതുഷ്കോണം സവജ്രകം ലം ബീജാഢ്യം സ്വർണവർണം സ്മരേത് അവനിമണ്ഡലം. ഓരോ മണ്ഡലങ്ങളെയായിട്ട് പറയുകയാണ്. ആദ്യം അവനിമണ്ഡലത്തെ പറഞ്ഞു. എങ്ങനെയാ അത്? കാൽമുട്ട് വരെ ചതുഷ്കോണമായിട്ട് അല്ലെ, ലം എന്ന ബീജാക്ഷരത്തോടുകൂടി സ്വർണവർണമായ പൃഥിവി, അതാണ് ആദ്യം സ്മരിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നീട് അവിടുന്ന് മുകളിലോട്ട് ജലമണ്ഡലമായിട്ട് സ്മരിക്കണം, പിന്നീട് അഗ്നിമണ്ഡലമായിട്ട് സ്മരിക്കണം. പിന്നെ അത് ഓരോ ബീജാക്ഷരങ്ങൾ ഉപയോഗിക്കണം. ലാ മുതൽ ഷാ വരെ എന്നൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം വായുമണ്ഡലമായിട്ട് സ്മരിക്കണം, അതിനു മുകളിലോട്ട് ആകാശമണ്ഡലമായിട്ട് സ്മരിക്കണം. അപ്പൊ പഞ്ചഭൂതങ്ങളായിട്ട് ശരീരത്തിന്റെ ഓരോ ഭാഗത്തെയും നമ്മൾ സ്മരിച്ച് ഏവം ഭൂതാനി സഞ്ചിന്യ പ്രത്യേകം വിലാപയേ ഭുവം ജലേ ജലം വന്യൗ വന്യം വായൗ നഭസ്യ അമും നഭസി അമും. അപ്പൊ അങ്ങനെ ഓരോ ഭൂതത്തെയും അതാത് ഉദ്ഭവസ്ഥാനത്തേക്ക് ലയിപ്പിക്കണം. അതാണ് പറഞ്ഞത് ഭൂതസംഹാരം. എന്താ അത് എങ്ങനെയാണത് എന്നാണ് പറഞ്ഞത്. ഭൂമിയെ ജലത്തെ വന്യയില്, വന്യയെ വായുവില്, വായുവിനെ ആകാശത്തിലേക്ക് ലയിപ്പിക്കണം. എന്നിട്ടോ ആകാശത്തെ അഹങ്കാരത്തിലേക്ക് ലയിപ്പിക്കണം, അഹങ്കാരത്തെ മഹത്തത്വത്തിലേക്ക് ലയിപ്പിക്കണം, മഹത്തത്വത്തെ പ്രകൃതിയിലേക്ക് ലയിപ്പിക്കണം. അപ്പൊ എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, സാഖ്യതത്വം കൊണ്ട് എങ്ങനെയാണോ സൃഷ്ടി ഉണ്ടായത് അതേപോലെ അതിന്റെ വിപരീത പ്രക്രിയയാണ് ചെയ്യേണ്ടത് എന്നർത്ഥം. എന്താ വിപരീത പ്രക്രിയ? ഇപ്പം സാഖ്യതത്വത്തെ കുറിച്ച് ഭട്ടപാദരി പറയുന്നുണ്ടല്ലോ, പ്രകൃതി മഹത് അഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാനി അഭിഹൃതവിദസാക്ഷി പുരുഷ പഞ്ചവിംശ എന്ന് ഭട്ടപാദരി പറയുന്നില്ലേ, അതേപോലെയാണ്. അത് എങ്ങനെയാണ്? പ്രകൃതി മഹത്ത് അഹങ്കാരം തന്മാത്ര ഭൂതങ്ങള്, ഇത് തിരിച്ച് അങ്ങോട്ടേക്ക് ചെയ്യേണ്ടത്. അപ്പോ ആകാശാത് വായു വായോരഗ്നി അഗ്നേരാപഹ ആഭ്യ പൃഥിവി എന്ന ഉപനിഷത്ത് വാക്യം ഓർമ്മിക്കണം. അത് തിരിച്ച് ഭൂമിയെ ജലത്തിലും, ജലം അഗ്നിയിലും, അഗ്നി വായുവിലും, വായു ആകാശത്തിലും ലയിപ്പിച്ച് അത് അഹങ്കാര തത്വത്തിലേക്ക് ലയിപ്പിച്ച് അഹങ്കാരത്തെ മഹത്വത്വത്തിലും മഹത്വത്വത്തെ പ്രകൃതിയിലേക്കും ലയിപ്പിച്ച് ശുദ്ധസംവിത്ത് സ്വരൂപമായിട്ട് തീരണം എന്നാണ്. ശുദ്ധസംവിത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ജ്ഞാനം, ആ ജ്ഞാനസ്വരൂപമായിട്ട് നമ്മൾ മാറണം. അങ്ങനെ വാമകുക്ഷിസ്ഥം കൃഷ്ണം അങ്കുഷ്ട പരിമാണകം, അങ്ങനെ കറുത്ത നിറത്തോടുകൂടി വാമകുക്ഷിയില് ഇടത്തെ വയറ്റില് സ്ഥിതി ചെയ്യുന്ന പാപപുരുഷനെ പറ്റി ചിന്തിക്കണം. നമ്മുടെ ശരീരത്തിൽ ഇതൊരു പ്രത്യേക ക്രമമാണ് കേട്ടോ. പാപപുരുഷൻ എന്ന ഒരു പുരുഷനെ നമ്മളിൽ കൽപ്പിക്കണം. നമ്മൾ ചെയ്തു കൂട്ടിയതായ പാപങ്ങളൊക്കെ ഒരു പുരുഷാകാരത്തെ നമ്മുടെ വാമകുക്ഷിയിൽ നമ്മൾ കൽപ്പിച്ചു വെക്കണം. അത് കഴിഞ്ഞാല് അതെങ്ങനെയുള്ള ആളാണെന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ബ്രഹ്മഹത്യ എന്ന് പറയുന്ന ശിരസ്, സ്വർണക്കവർച്ച എന്ന് പറയുന്ന കൈ, മദ്യപാനം എന്ന് പറയുന്ന ഹൃദയം, ഇതിന്റെയൊക്കെ വ്യംഗ്യത്വവും കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഗുരുതൽപമാകുന്ന കടിപ്രദേശം, അതുപോലെ കാലുകള്, ഉപപാദകമാകുന്ന മസ്തകം, വാള്, പരിച,
ഇങ്ങനെയൊക്കെ ധരിച്ച ആയുധങ്ങളൊക്കെ ധരിച്ചിട്ട് കൃഷ്ണവർണ്ണനായിട്ടുള്ള അധോമുഖനായിട്ടുള്ള സുദുസ്സഹം വക്ത്രം, സുദുസ്സഹനായിട്ടുള്ള അവനെ യം എന്ന വായുബീജം സ്മരിച്ചുകൊണ്ട് ഇവിടെ പൂരകം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പൊ പ്രാണായാമത്തിന്റെ 3 വശങ്ങള് നേരത്തെ മുതലേ പറഞ്ഞു വരും. ഇനി മുന്നോട്ടേക്കും അത് തന്നെ ആവർത്തിച്ച് പറയും. രേചകം, പൂരകം, കുംഭകം എന്ന് പറയുന്ന 3 അവസ്ഥ. ഇപ്പൊ രേചകം എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ മുന്നോട്ട് പറയുന്നുണ്ട് കേട്ടോ. വായു പുറത്തേക്ക് വിടുന്നതിനെയാണ് രേചകം എന്ന് പറയുക. പൂരകം എന്ന് പറയുന്നത് വായുവിനെ അകത്തേക്ക് വലിക്കുന്നതാണ്. കുംഭകം എന്ന് പറയുന്നത് വായുവിനെ സ്തംഭിപ്പിച്ച് നിർത്തുന്നതാണ് ശരീരത്തിനകത്ത്. അപ്പൊ അതിനെക്കുറിച്ചിട്ടും പറഞ്ഞ് അത് ഓരോന്നും ചെയ്യേണ്ട ക്രമത്തെ വിസ്തരിച്ച് പറയുകയാണ്. ഇതൊന്നും ഇങ്ങനെ ആകാശവാണി പോലെ കേട്ടിട്ട് ചെയ്യേണ്ട ഒരു പ്രക്രിയ അല്ല. അങ്ങനെ ചെയ്തോളൂ, ഇങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല എന്നർത്ഥം. അപ്പോ എന്ത് ചെയ്യണം? അതൊരു ഗുരുമുഖത്ത് നിന്ന് കൃത്യമായി ശീലിക്കണം. ഇതിനൊക്കെ പാർശ്വഫലങ്ങൾ ഉള്ളതാണ്. ഈ പാർശ്വഫലങ്ങള് അതാത് സമയത്ത് മനസ്സിലാക്കി അതിനെ നിവാരണം ചെയ്തു തരാൻ ശേഷിയുള്ള ഒരു ഗുരുനാഥന്റെ മുന്നിൽ വേണം ഇത്തരം യോഗ അഭ്യാസങ്ങളൊക്കെ ചെയ്യാൻ. ഇങ്ങനെ മൂലാധാരത്തിലുള്ള കുണ്ടലിനി ശക്തിയെ നമ്മൾ ധ്യാനിക്കണം എന്നാണ് പറഞ്ഞത്. ആ ധ്യാനത്തിന് ഒരു ക്രമമൊക്കെ പറഞ്ഞിട്ടുണ്ട്. രക്താംബോധിസ്തപ എന്ന് തുടങ്ങിയിട്ട് ഒരു വലിയ ശ്ലോകത്തിൽ നമ്മളോട് പറയുകയാണ്. അതിന്റെ ചുരുക്കം ഞാൻ പറയാം. അപ്പൊ 3 കണ്ണുകളൊക്കെ കൂടിയിട്ട് പീനസ്ഥനങ്ങളോടും കൂടി ഇളം സൂര്യന്റെ കാന്തിയോട് കൂടിയിട്ടുള്ള പ്രാണശക്തിയായിട്ടുള്ള ഈ ദേവി നമുക്ക് അത്യന്തം സുഖപ്രദമാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാന്നാണ് പറഞ്ഞത്. ഇത്രയും കൊണ്ട് ഏവം ധ്യാത്വാ പ്രാണശക്തിം പരമാത്മസ്വരൂപിണിം വിഭൂതിധാരണം കാര്യം സർവാധികൃതി സിദ്ധയെ, എല്ലാ സിദ്ധിക്കും വേണ്ടി ഇങ്ങനെ ധ്യാനിച്ചോളണം എന്നാണ്. അപ്പൊ ഇങ്ങനെ ധരിച്ചാല് മഹാഫലം ഉണ്ടാവും എന്ന് പറയുന്നു. എന്താണോ ആഗ്രഹിക്കുന്നത് അത്തരം ഫലങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നു. ഇത്രയും പറഞ്ഞ് 8ാമത്തെ അധ്യായം അവിടെ ഉപസംഹരിച്ചിട്ട് 9ാം അധ്യായത്തിൽ ഭസ്മധാരണ വിധിയെ കുറിച്ചിട്ടും അതെങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ശിരോവ്രത വിധി എന്ന് പറയാം. ആ ശിരോവ്രതത്തിന് തന്നെയാണ് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ മറ്റ് പേരുകള് അല്ലേ, ശിവവ്രതം ഒന്നും ഒക്കെ പേരുകളൊക്കെ വിളിച്ച് പറയുന്നത്. ഇത് ഈ ബ്രഹ്മാദി ദേവന്മാരാവാനുള്ള കാരണം ഈ വ്രതം അനുഷ്ഠിച്ചതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവര് ബ്രഹ്മാദി ദേവന്മാര് എന്ന പേരിൽ അറിഞ്ഞത്. എന്തുകൊണ്ടാണ് ഇതിനെ ശിരോവ്രതം എന്ന് വിളിക്കുന്നത് എന്നും പറഞ്ഞു. അഥർവണ വേദത്തില് പ്രതിപാദിച്ചത് കൊണ്ടാണ്, അഥർവണ വേദ ശിരസിൽ പ്രതിപാദിച്ചത് കൊണ്ടാണ് ഇതിനെ ശിരോവ്രതം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. അത് അത്യന്തം പുണ്യമാണ് എന്ന് പറയുന്നു. ഓരോ ശാഖകൾക്ക്, വേദശാഖകൾക്കനുസരിച്ച് ഓരോ തരത്തിലാണത് കൈകാര്യം ചെയ്യേണ്ടത്. അതിന് പാശുപത വ്രതം എന്നും ശിവവ്രതം എന്നും പേരുണ്ട് എന്നൊക്കെ ഇന്നലെ ഒരു സൂചന പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ഇങ്ങനെ ശരീരം മുഴുവൻ ഭസ്മം കൊണ്ട് പൂശി വ്രതം ആചരിക്കുന്ന ഒരു സങ്കല്പം, അതെങ്ങനെയാണ് ധരിക്കേണ്ടത് എന്നൊക്കെ പറയും. ഭസ്മനാസജലേനാവി ധാരയേച്ച ത്രിപുണ്ട്രകം ബ്രാഹ്മണോ വിധിനോത്പന്ന ത്രിപുണ്ട്ര ഭസ്മനൈവതു. സജലേന വെള്ളം ചേർത്ത് കുഴച്ച് ഭസ്മം കൊണ്ട് ത്രിപുണ്ട്രകം വരക്കണം. ത്രിപുണ്ട്രകം എന്ന് പറഞ്ഞാല് 3 വരയാണ്. ആ 3 വര 2 പ്രകാരത്തിലുണ്ട് എന്ന് മുന്നോട്ടേക്ക് പറയും. ഊർധ്വ ത്രിപുണ്ട്രകമുണ്ട്, മുകളിലോട്ടായിട്ട് നെറ്റിയിൽ നിന്ന്, അതായത് ഭ്രൂവിന്റെ മധ്യം മുതൽ മുകളിലോട്ടേക്ക് വരയ്ക്കുന്നത് ഊർധ്വ ത്രിപുണ്ട്രകം. നേരെ മറിച്ച് നെറ്റിക്ക് സമാന്തരമായിട്ട് 3 രേഖകൾ വരയ്ക്കുന്നത് തിര്യ ത്രിപുണ്ട്രകം എന്നാണ് പറയുന്നത്.
ഏതായാലും ത്രിപുണ്ഡ്രകമാവാം, അർദ്ധപുണ്ഡ്രകമാവാം എന്നൊക്കെ ഭസ്മം തൊടുന്നതിനെ കുറിച്ചിട്ട് പറയും. അതിൽ ഓരോ ദിക്കിലും തൊടേണ്ടത് എങ്ങനെയാണ് എന്ന് പറയും. ഏതൊക്കെ ഭസ്മങ്ങൾ തൊടണം. ഇപ്പൊ അടുപ്പിന്ന് എടുത്ത ഭസ്മം വേണോ, യാഗശാലയിൽ നിന്ന്. എപ്പോഴും ബ്രാഹ്മണര് ചെയ്യേണ്ടത് അഗ്നിഹോത്രത്തിലുള്ള ആ കുണ്ടത്തിലുള്ള ഭസ്മത്തെയാണ് ധരിക്കേണ്ടത്. അല്ലെങ്കിൽ വിരജാഗ്നിയിലുണ്ടായ വിരജാഹോമം ചെയ്യണം, അതിൽ നിന്നാണ് ചെയ്യേണ്ടത്. ഗൃഹസ്ഥനാണെങ്കിൽ ഔവാസനാഗ്നിയിൽ നിന്നെടുത്ത ഭസ്മം വേണം ധരിക്കാൻ എന്നൊക്കെ പറയും. അത് പ്രാണായാമം ചെയ്ത് അഗ്നിരിതി ഭസ്മ, ജലമിതി ഭസ്മ എന്നൊക്കെയുള്ള മന്ത്രത്തോടു കൂടിയാണ് ധരിക്കേണ്ടത്. അതേപോലെ ആപോ ജ്യോതിരസം എന്നുള്ള മന്ത്രം ജപിച്ച് ഈ വെളുത്ത ഭസ്മം ശരീരമെല്ലാം പൂശുന്ന ഒരു ക്രമം. ഇങ്ങനെ ഭസ്മം ആകെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഭസ്മം തേക്കണം. പ്രത്യേകിച്ച് സന്ധികളിൽ ഭസ്മം പൂശേണ്ടതുണ്ട് എന്നാണ്. അതിന് മന്ത്രം പലതും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ബ്രഹ്മചാരിയാണെങ്കിൽ സമിത്തു ഹോമിച്ചിട്ടുള്ള ഭസ്മാണ് എടുക്കുക. അപ്പൊ അവരുപയോഗിക്കുന്ന ശന്നോദേവി രഭിഷ്ടയെ എന്നുള്ള മന്ത്രമാണ്. അപ്പോ ഇങ്ങനെ നമുക്ക് പല വിധത്തിലും മന്ത്രങ്ങൾ ജപിച്ച്, സദ്യോജാതാദി മന്ത്രങ്ങൾ ജപിച്ചിട്ടൊക്കെ ഭസ്മം തൊടാം എന്നൊക്കെയാണ് പറയുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ച് ഇതൊന്നും വേണ്ട പോലെ മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരെ സംബന്ധിച്ച് നമശിവായ നമശിവായ എന്ന് പഞ്ചാക്ഷരം ജപിച്ച് ഭസ്മം തൊടണം എന്നാണ്. എന്ത് വന്നാലും ഭസ്മം തൊടുന്നതില് വിട്ടുവീഴ്ച വരുത്തരുത് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഇത്രയും പറഞ്ഞ അടുത്ത അധ്യായത്തിലെ 10ാമത്തെ അധ്യായത്തിലേക്ക് എത്തുമ്പോഴേക്ക് ഭസ്മം ഉണ്ടാക്കുന്ന പ്രകാരം എങ്ങനെ, ആഗ്നേയം, ഗൗണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗണഭസ്മങ്ങള് 3 പ്രകാരത്തിൽ ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്നു. അതില് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഭസ്മം അതുപോലെ തന്നെയാണ് എന്ന് ഈ 10ാമത്തെ അധ്യായത്തിൽ പറയുന്നു. നല്ല ഗോവിന്റെ ചാണകം ഉരുട്ടി ഉണക്കി ശിവരാത്രിയായെന്ന് കത്തിച്ച് അതിനെ വീണ്ടും എടുത്ത് ഉമി മുതലായവ കൂട്ടി കുഴച്ച് അതിനെ വീണ്ടും കത്തിച്ച് അങ്ങനെ സ്ഫുടം ചെയ്തെടുത്തിട്ടുള്ള ഭസ്മം വിശേഷപ്പെട്ടതാണ് എന്ന് പറയുന്നു. അതുപോലെ ഓരോ തരം ഹോമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള ഭസ്മവും സർവാംഗങ്ങളിലും പൂശാൻ യോഗ്യമാണ് എന്നും അതിൻ്റെ ഭേദങ്ങളും ഒക്കെ ആ അധ്യായത്തിൽ നമ്മളോട് പറയാം. അപ്പൊ അതിന്റെ പരിണിത ഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭസ്മം തൊടാതെ ഒരു ദിവസവും ഉണ്ടാവരുത്, ഒരു നേരവും ഉണ്ടാവരുത് എന്നാണ്. അങ്ങനെ 3 വിധത്തിലുള്ള ഭസ്മത്തെ കുറിച്ച് പറഞ്ഞ് ആ ഭസ്മങ്ങള് എങ്ങനെയാണ് ധരിക്കേണ്ടത് എന്ന വിഷയവും കൂടി വിസ്തരിച്ച് പറയുന്നു അടുത്ത അധ്യായത്തിലും. ഏകാദശാധ്യായത്തിലും അങ്ങനെയാണ്. അതില് പറയുന്നത് അങ്ങനെയാണ്. പഞ്ചാങ്കുലൈ ന്യസേത് മൂർധ്നി പ്രാസാദേന തുമന്ത്രത ത്രങ്കുലേർവിന്യസേത് ഭാലേ ശിരോമന്ത്രേണ ദേശിക. അങ്ങനെ 5 വിരലും ചേർത്ത് പ്രാസാദമന്ത്രം ചൊല്ലിക്കൊണ്ട് ശിരസിലും 3 വിരൽ ചേർത്ത് സ്വാഹാമന്ത്രം ചൊല്ലിക്കൊണ്ട് കണ്ഠത്തിലും ഒക്കെയാണ് ഭസ്മം ധരിക്കേണ്ടത് എന്നൊക്കെ പറയണു 11ാമത്തെ അധ്യായത്തിൽ. അതിന്റെ ചുരുക്കമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ചെവികളിൽ അശ്വിനി ദേവന്മാരാണ്, കഴുത്തിൽ ഗണേശനാണ് എന്നൊക്കെ ദേവതകളെ കുറിച്ചും അത് ഭസ്മം ധരിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ഗുണത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന എല്ലാം വിസ്തരിച്ച് പറയുന്നതിന്റെ അർത്ഥം ഇത്രയേ നമ്മൾ മനസ്സിലാക്കാനുള്ളൂ. ഒരു സമയവും ഭസ്മം ധരിക്കാത്ത നിലയിൽ നമ്മൾ ഉണ്ടാവരുത് എന്നാണ്. അടുത്ത അധ്യായവും ആ ഭസ്മത്തിന്റെ പ്രത്യേകതയാണ്. ആ ഭസ്മം ധരിക്കേണ്ടത് എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. ആവർത്തനം പോലെ തോന്നും നമുക്ക്. പക്ഷെ വിവിധ പശുക്കളുടെ ചാണകം എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, എങ്ങനെയാണ് അത് ഭസ്മമാക്കേണ്ടത്, അതെങ്ങനെയാണ് ധരിക്കേണ്ടത് എന്ന് അവിടെയും പറയുന്നു. ഇപ്പൊ ഇവിടെ നോക്ക്. കപിലായാഹ ശകൃത് സ്വച്ഛം ഗൃഹീത്വാ ഗഗനേ പതത് ന ക്ലിന്നം നാവി കഠിനം ന ദുർഗന്ധം ന ചോഷിതം. കപില നിറത്തിലുള്ള പശുവിന്റെ ചാണകം താഴെ വീഴുന്നതിന് മുമ്പേ എടുക്കണം. മനസ്സിലായില്ലേ?
അത് എങ്ങനെയുള്ളതാവാൻ പാടില്ല? അയഞ്ഞതും ആവാൻ പാടില്ല, നല്ല മുറുകിയതും ദുർഗന്ധം വമിക്കുന്നതും ഒന്നും ആവരുത്. എന്ന് പറഞ്ഞാൽ ശുദ്ധമായ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചാണകം ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാൻ. അത് നിലത്ത് വീഴാതെ തന്നെ നമ്മൾ ഗ്രഹിക്കണം എന്നാണ്. ആ ഉത്ഭവസ്ഥാനത്ത് നിന്ന് തന്നെ ഗ്രഹിക്കണം. അതാണ് ഉത്തമമായ മാർഗം. ഇനി അതല്ലെങ്കിൽ പിന്നെ ഭൂമിയിൽ തട്ടുന്നതിന് മുമ്പിലേ ആ ചാണകം നമ്മൾ പിടിച്ചെടുക്കണം. ഇനി മൂന്നാമതൊരു വിധിയുണ്ട്. നിലത്ത് വീണ് പോയാൽ മുകളിൽ നിന്നും താഴെ നിന്നും ഒഴിവാക്കി അതിന്റെ മധ്യഭാഗത്തെ ചാണകം മാത്രം എടുക്കണം എന്നൊക്കെ പറയും. അപ്പൊ ഇത്രയും ഗൗരവപൂർണമായിട്ടാണ് ആ ഭസ്മം ഉണ്ടാക്കേണ്ടതെന്നും അതിനനുസരിച്ച് തന്നെയാണ് ചെയ്യേണ്ടത് എന്നും പറയുന്നു. അപ്പം ത്രിപുണ്ഡ്രം ധരിക്കാത്ത ആള് വേദാധ്യയനം ചെയ്തിട്ട് പോലും കാര്യമില്ല എന്ന് വരെ ഒരു ഘട്ടത്തില് നമ്മളോട് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അത്ര പോലും ഈ ഭസ്മധാരണത്തിന് പ്രത്യേകതയുണ്ട് എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, ശ്രാദ്ധേ യജ്ഞേ ജപേ ഹോമേ വൈശ്വദേവേ സുരാർച്ചനെ ധൃതത്രിപുണ്ഡ്ര ഭൂതാത്മാ മൃത്യും ജയതി മാനവ ഭസ്മധാരണമാഹാത്മ്യം ഭൂയോപി കഥയാമിതേ. യാഗം ചെയ്യുന്നിടത്ത്, ഹോമം ചെയ്യുന്നിടത്ത്, ജപം, ശ്രാദ്ധം, വൈശ്വദേവം, ദേവപൂജ, ഇങ്ങനെ ഏത് സന്ദർഭത്തിലും ത്രിപുണ്ഡ്രം ധരിച്ചു കഴിഞ്ഞാൽ അവൻ പൂജിക്കപ്പെടും, അവന്റെ കർമ്മങ്ങൾക്ക് മാഹാത്മ്യം കൂടും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും അതിന്റെ മാഹാത്മ്യം തന്നെ പറയുകയാണ് എന്ന് പറഞ്ഞ് 13 അധ്യായത്തില് വീണ്ടും ഭസ്മത്തിന്റെ മഹിമ നമ്മുടെ മുന്നിലേക്ക് പറയുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ എല്ലാവരും, ശൂദ്രനായാലും മറ്റേവരായാലും ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായാലും ഭസ്മം ധരിച്ചേ പറ്റൂ എന്ന് തന്നെയാണ് വീണ്ടും നമ്മളോട് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് അടുത്ത അധ്യായത്തിലും നമ്മളോട് ഇതേ ഭസ്മത്തിന്റെ മാഹാത്മ്യാണ് പറയുന്നത്. അത് ധരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? മഹാപാതകയുക്തോ വായുക്തോ ഉപപാതകൈ ഭസ്മനാനേന തത്സർവം ദഹത്യ അഗ്നിരിവേന്ധനം. അഗ്നിയിൽ വീണ വിറക് പോലെ ഈ ഭസ്മധാരണം ചെയ്തവന്റെ പാപങ്ങളെല്ലാം കത്തിയില്ലാണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പം രക്ഷാർത്ഥം മംഗളാർത്ഥം ച പവിത്രാർത്ഥം പുരാസുരൈഹി ഭസ്മദൃഷ്ട്വാമുനെ പൂർവം ദത്തം ദേവീ പ്രിയേണതു. രക്ഷക്കും കരങ്ങളായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഭസ്മം ധരിക്കണം എന്ന് പറയുന്നു. അതാണ് ആ അധ്യായത്തില് വിസ്തരിച്ചു പറയുകയാണ്. അടുത്ത അധ്യായത്തിൽ അതിന്റെ തുടർച്ച എന്നതുപോലെ ത്രിപുണ്ഡ്രകം, ഊർധ്വപുണ്ഡ്രകം, അതുപോലെ തിര്യക് പുണ്ഡ്രകം എങ്ങനെയാണത് എന്നതിനെ കുറിച്ചിട്ടും പറയുന്നു. ഞാനിപ്പോ അതിന്റെ ചുരുക്കമാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അധികം വിസ്തരിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഭസ്മം ധരിക്കുക, അതെങ്ങനെ ധരിക്കുക എന്നുള്ളത് മാത്രമേ അറിയേണ്ടതുള്ളൂ എന്നുള്ളതാണ്. ബാക്കിയുള്ളത് താല്പര്യമുള്ളവർ നേരിട്ട് ഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കുകയും അതിന്റെ ഓരോ അംശങ്ങളും മനസ്സിലാക്കുകയും വേണം. അതൊരു ഓൺലൈൻ മാധ്യമത്തിലൂടെ മനസ്സിലാക്കുക അല്ല നല്ലത് എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെ ചില പ്രയോഗങ്ങൾ, ചില പ്രവൃത്തികൾ നമ്മൾ പ്രായോഗികമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ്. അധ്യായം ഉപസംഹരിച്ചുകൊണ്ട് നമ്മളോട് പറയാണ്, ലലാടേ ഭസ്മനാതിര്യ ത്രിപുണ്ഡ്രം ധാര്യമേവഹി യസ്തു നാരായണം ദേവം പ്രപന്ന പരമം പദം ധാരയേത് സർവദാശൂലം ലലാടേ ഗന്ധവാരിണ എന്ന്. ഇപ്പം ഭസ്മം നെറ്റിയിൽ ത്രിപുണ്ഡ്രമായിട്ട് തന്നെയാണ് ധരിക്കേണ്ടത്. അങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ വിഷ്ണുവിനെ പരമമാശ്രയമായിട്ട് കരുതുന്ന എപ്പോഴും ഊർധ്വപുണ്ഡ്രം ധരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ തിര്യക് പുണ്ഡ്രവും ഊർധ്വപുണ്ഡ്രവും, വൈഷ്ണവന്മാര് ഊർധ്വപുണ്ഡ്രമാണ് ധരിക്കുക, ശൈവന്മാര് തിര്യക് പുണ്ഡ്രമാണ് ധരിക്കുക എന്ന് ആ പ്രയോഗത്തിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഭസ്മവിധി എന്ന നിലയിൽ നമ്മളോട് പറയുന്നത്. അടുത്ത് പറയുന്ന ഭാഗം എന്ന് പറയുന്നത് സന്ധ്യോപാസനം എന്ന കാര്യമാണ്. കുറച്ച് ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട അടുത്ത ഒരു സംഗതിയാണ്. ഭസ്മധാരണത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്ന ചുരുക്കമേ ഉള്ളൂവെങ്കിലും സന്ധ്യോപാസനം അങ്ങനെയല്ല. എന്താ സന്ധ്യോപാസനക്ക് പ്രത്യേകത? അഥാതശ്രൂയതാം പുണ്യം സന്ധ്യോപാസനമുത്തമം ഭസ്മധാരണമാഹാത്മ്യം കഥിതം ജൈവ വിസ്തരാത്. ഭസ്മം വിസ്തരിച്ച് പറഞ്ഞു. ഇനി എന്ത് വേണം? സന്ധ്യോപാസനം
എന്ന കാര്യം കേട്ടാലും എന്ന് പറയാണ്. ഇതെല്ലാം എന്തിന്റെ ഭാഗമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ആചാരം എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയുന്നതാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ പ്രാതസന്ധ്യാവിധാനം ച കഥയിഷ്യാമി തേനഘ പ്രാതസന്ധ്യാം സ നക്ഷത്രം മധ്യാഹ്നേ മധ്യഭാസ്കരം സ സൂര്യാം പശ്ചിമാം സന്ധ്യാം തിസ്ര സന്ധ്യാ ഉപാസതേ തദ്ഭേദേനാപി വക്ഷ്യാമി ശൃണു ദേവർഷി സത്തമ എന്ന് പറയാം. പ്രാതസന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായം സന്ധ്യ എന്ന് സന്ധ്യകൾ പ്രധാനമായിട്ടും 3 ഉണ്ടെന്നും, അപ്പൊ സൂര്യനെ കണ്ടുകൊണ്ട് ആണ് ഈ സന്ധ്യയെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നും ആ സമയത്താണ് നമ്മൾ സന്ധ്യോപാസന ചെയ്യേണ്ടതെന്നും പറയുവാണ്. അപ്പൊ അതിൽ പറയുന്നു, ഉത്തമാ താരകോപേദ മധ്യമാ ലുപ്ത താരക അധമാ സൂര്യസഹിത പ്രാതസന്ധ്യ ത്രിധാമത. ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഭാഗമാണ്. നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതില് പ്രത്യേകിച്ച് സന്ധ്യോപാസന എന്ന് പറയുന്ന നിത്യകർമ്മങ്ങൾ, പൂക്ക കഴിക്കുക, ഗായത്രി ജപിക്കുക, അല്ലെങ്കിൽ നാമജപം ചെയ്യുക, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ 3 സന്ധ്യയിലും എങ്ങനെയാണ് അതിന്റെ ക്രമം എന്ന് പറയാണ്. നക്ഷത്രങ്ങള് താരകോപേത ഉത്തമ. നക്ഷത്രങ്ങൾ ആകാശത്തിലുള്ള സമയത്ത്, അതായത് സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ടു മുന്നേ ആയിരിക്കുമല്ലോ നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ പറ്റുക. ഇങ്ങനെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണുന്ന സന്ദർഭത്തിൽ ചെയ്യുന്ന സന്ധ്യോപാസനയാണ് പ്രാതസന്ധ്യ ഉപാസന. അതാണ് ഉത്തമമായിട്ടുള്ള സന്ധ്യോപാസന. ഇനി താരകങ്ങൾ മറഞ്ഞു സൂര്യനെ കണ്ടു തുടങ്ങി, അങ്ങനെ വരുമ്പോൾ അത് മധ്യമം. സൂര്യൻ ഇങ്ങനെ അരുണോദയം കണ്ടു തുടങ്ങി എന്ന് പറയുമ്പോൾ, ഇനി സൂര്യനെ തന്നെ നേരിട്ട് ഉദയബിംബം കഴിഞ്ഞു ഉദയിച്ച് സൂര്യനെ തന്നെ കണ്ടുകൊണ്ട് ആകാശത്തിൽ നിൽക്കുന്ന സന്ധ്യാസമയത്ത് നമ്മൾ ഉപാസന ചെയ്യുന്നുണ്ടെങ്കിൽ അത് അധമം. ഇങ്ങനെ 3 എണ്ണമാണ്. ഉത്തമമായാലും മധ്യമമായാലും അധമമായാലും അത് ചെയ്തേ പറ്റൂ എന്നാണ്, നിർബന്ധമാണ് സന്ധ്യോപാസനം ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഉത്തമം സൂര്യസഹിത മധ്യമാ അസ്തമിതേരവോ അധമാ താരകോപേത സായം സന്ധ്യ ത്രിധാമത. പ്രാതസന്ധ്യ എപ്രകാരമാണോ 3 വിധത്തിൽ, അതേപോലെ സായം സന്ധ്യോപാസനക്കും 3 ക്രമത്തെ നമ്മൾ മനസ്സിലാക്കണം. എന്താ അത് 3 ക്രമം? ഉത്തമം എന്ന് പറയുന്നത് സൂര്യസഹിതമാവണം. അതായത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ ആണ് ഊക്കഴിക്കുകയും ജപിക്കുകയും ഒക്കെ വേണ്ടത് സന്ധ്യോപാസന. അതാണ് ഉത്തമമായ രീതി. അപ്പൊ സന്ധ്യാദീപം കൊളുത്തേണ്ടത് എപ്പോഴാണ്? സൂര്യൻ അസ്തമിച്ചതിന് ശേഷമല്ല, അസ്തമിക്കുന്നതിന് തൊട്ടു മുന്നേ തന്നെ സൂര്യബിംബം കണ്ടുകൊണ്ട് നമ്മൾ സന്ധ്യാദീപം കൊളുത്തണം. മാത്രമല്ല, എന്നാൽ അതിന്റെ മധ്യമമായ മാർഗം എന്താ? അസ്തമിതേ രവവും. രവി അസ്തമിച്ചതിന് ശേഷം വിളക്ക് കൊളുത്തുന്നത് മധ്യമമായതാണ്. അധമാ താരകോപേത. അസ്തമിച്ചും കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ടാണ് വിളക്ക് കത്തിക്കുന്നത്, അത് അധമമായ സന്ധ്യാവന്ദനമാണ് എന്ന് മനസ്സിലായിക്കൂടാ. അപ്പം വിളക്ക് കത്തിക്കുന്നിടത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി. അപ്പൊ അവിടെ വിപ്രോ വൃക്ഷോ മൂലകാന്യത്ര സന്ധ്യ വേദാശാഖാ ധർമ്മകർമാണി പത്രം തസ്മാൻ മൂലം യത്നതോ രക്ഷണീയം ചിന്നേ മൂലേ നൈവ വൃക്ഷോ ന ശാഖ എന്നാണ്. ഇപ്പൊ വിപ്രനാണ് വൃക്ഷം. ആ വൃക്ഷത്തിന്റെ വേരുകളാണ് സന്ധ്യ. അതിന്റെ ശാഖകള്, ആ വിപ്രന്റെ ശാഖയാണ് വേദങ്ങള്. അതിന്റെ പത്രങ്ങള്, ഇലകൾ എന്ന് പറയുന്നത് ധർമാനുഷ്ഠാനങ്ങളാണ്. ധർമ്മകർമാണി പത്രം. തസ്മാൻ മൂലം യത്നതോ രക്ഷണീയം. അതുകൊണ്ട് എന്ത് വേണം? വേര് എത്ര പണിപ്പെട്ടിട്ടായാലും രക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. എന്താ വേര്? സന്ധ്യ. സന്ധ്യോപാസനയാണ് അതിന്റെ വേര്. അപ്പം ആർക്കും വേരില്ലെങ്കിൽ പിന്നെ ഒരു വൃക്ഷവും നിലനിൽക്കില്ല, ഒരു ശാഖയും ഉണ്ടാവില്ല, ഒരു പർണവും ഉണ്ടാവില്ല. അതുകൊണ്ട് വേര് നിലനിൽക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് വേരായിട്ട് സന്ധ്യാ ഉപാസനയെ നമ്മൾ കൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ സന്ധ്യായേന വിജ്ഞാത സന്ധ്യായേന ഉപാസിത ഏന അനുപാസിത ജീവമാനോ ഭവേത് ശൂദ്രോ മൃതശ്വ ചൈവ ജായതേ. സന്ധ്യാവന്ദനം ചെയ്യാത്തവൻ മരിച്ചു കഴിഞ്ഞാൽ, അല്ലെ, സന്ധ്യാവന്ദനം ചെയ്യാത്ത ബ്രാഹ്മണൻ ജീവിച്ചിരിക്കെ തന്നെ ശൂദ്രനെ പോലെയാണെന്നാ. അത് പിന്നെ പറയാനില്ല. ഇനി അയാൾ മരിച്ചാലോ അടുത്ത ജന്മത്തിൽ നായയായിട്ട് ജനിക്കുന്ന ശ്വാചൈവ ജായതേ എന്നാ പറയുന്നത്. അതുകൊണ്ട് സന്ധ്യാവന്ദനത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. തസ്മാൻ നിത്യം പ്രകർത്തവ്യം സന്ധ്യോപാസനം ഉത്തമം തദഭാവേ അന്യകർമാദോ അധികാരി ഭവേൻ ന ഹി. എന്ന് പറഞ്ഞാൽ
ഇല്ല തന്നെ എന്നാണ്. എന്തെന്നല്ല, അധികാരി അല്ല തന്നെ. ആര്? സന്ധ്യോപാസന ചെയ്യാത്തവൻ എന്ത് ചെയ്യുന്നതിനും അധികാരിയല്ല. അവനെ ആ കൂട്ടത്തിലേ കൂട്ടാൻ കൊള്ളില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ബ്രാഹ്മണരായാലും ക്ഷത്രിയരായാലും വൈശ്യരായാലും ശൂദ്രരായാലും അവരവരുടെ നിലയിൽ അവരവർക്ക് വർണ്ണാശ്രമ വിധാനം ചെയ്ത ക്രമത്തില് സന്ധ്യോപാസന ചെയ്തിട്ടില്ലെങ്കിൽ അവന്മാര് അധപ്പതിതന്മാരായിട്ട് കണക്കാക്കേണ്ടതാണ്. എന്നിട്ട് അതിന് ക്രമവും കൂടി പറഞ്ഞു തരികയാണ്. ഉദയാസ്തമയാദൂർധ്വം യാവത് സ്യാത് ഘടികാത്രയം താവത് സന്ധ്യാമുപാസീത പ്രായച്ചിത്തം തതഃപരം. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഉദയാസ്തമയത്തിന് ശേഷം അതിന് മുന്നോട്ടേക്ക് ഘടികാത്രയം ഊർധ്വം 3 നാഴിക വരെ മുന്നോട്ടേക്ക് എന്ത് ചെയ്യാം? സന്ധ്യയെ ഉപാസിക്കാം എന്നാണ്. മനസ്സിലായില്ലേ? അതിനുശേഷവും സന്ധ്യാവന്ദനം ചെയ്യേണ്ടതായിട്ട് വന്നാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ വരുമല്ലോ, അതിന് പ്രായശ്ചിത്തം ചെയ്തുകൊള്ളണം എന്നാണ്. മനസ്സിലായില്ലേ? ഇപ്പം വണ്ടിയിലൊക്കെ പോയി വരുന്നു, നമ്മൾക്ക് ചെയ്യാൻ സാധിച്ചില്ല, പക്ഷെ മനസ്സുകൊണ്ട് ആ സമയത്ത് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അത് ചെയ്തതായിട്ട് പരിഗണിക്കും. അങ്ങനെ ഉണ്ടാവുമല്ലോ. കാലം മാറി വരുന്നു. പണ്ടത്തെ പോലെ നടന്നു പോകുന്ന ഒരു കാലമൊന്നും അല്ല ഇന്ന്. യാത്രയൊക്കെ ചെയ്യേണ്ടി വരുന്നു, അതുപോലെ മറ്റു പല കാര്യങ്ങളിലും ഏർപ്പെടേണ്ടി വരുന്നു. അപ്പൊ കൃത്യം സന്ധ്യക്കൊന്നും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ ആ സമയത്ത് മനസ്സുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയും പിന്നീട് ആ 3 നാഴികക്ക് ശേഷമാണെങ്കിലും അത് ആവർത്തിക്കുകയും അത് പ്രയോഗ തലത്തിൽ അനുവർത്തിക്കുകയും ചെയ്യാം. പ്രായശ്ചിത്തം പിന്നീട് വേണ്ടി വന്നാൽ നമുക്ക് അനുഷ്ഠിക്കാം എന്നാണ് പറയുന്നത്. എന്നാൽ പോലും ചെയ്യാതിരിക്കരുത് എന്നുള്ളതാണ്. ഇനി കാലം അതിക്രമിച്ചിട്ടാണെങ്കിൽ 4 അർഘ്യം വിട്ടാൽ മതി. സാധാരണ 3 അർഘ്യാണല്ലോ വിടുക. ഗായത്രി ജപിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. അതുപോലെ അഥ 800 ദേവീം ജപ്തോ താം സമാചരേത്, 108 ഗായത്രി ജപിക്കണം എന്നാണ്. യസ്മിൻ കാലേതു യത് കർമ്മ തത്കാലാധീശ്വരീം ചതാം സന്ധ്യാമുപാസ്യ പശ്ചാത്തു തത്കാലം സമാചരേത്. ഏത് കർമ്മമാണോ ചെയ്യേണ്ടത്, സന്ധ്യാസമയത്ത് കർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് ഈ സന്ധ്യാവന്ദനത്തിന് ശേഷമേ ചെയ്യാൻ പാടുള്ളൂ. ഏത് സമയത്താണെങ്കിലും ശരി, അധീശ്വരിയായ സന്ധ്യയെ ഉപാസിച്ചതിന് ശേഷം മാത്രമേ കർമ്മം ചെയ്യാൻ പാടുള്ളൂ. നിർബന്ധം. മനസ്സിലായില്ലേ? നമ്മൾ ക്യാമ്പ് നടത്തുന്നു എന്ന് പറഞ്ഞാൽ സന്ധ്യക്ക് കൊണ്ടുപോയിട്ട് ഒരു പരിപാടി വെക്കരുത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി നടത്തുന്നു, ആ സന്ധ്യക്ക് സന്ധ്യാവന്ദനത്തിനുള്ള സമയം മാറ്റി നിർത്തി മാത്രമേ അറേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതില് ചെയ്യുന്ന സ്ഥലത്തിനും പ്രാധാന്യമുണ്ട്. ഗൃഹേ സാധാരണ പ്രോക്ത ഗോഷ്ഠേ വൈ മധ്യമാഭവേ നദീതീരേ ചോത്തമാ സ്യാത് ദേവീ ഗേഹേ തതുത്തമ. അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ സന്ധ്യാവന്ദനം ചെയ്യുന്നത്, കഴിച്ച് ഗായത്രി ജപിക്കുന്നത് അവനവന്റെ വീട്ടിലാണെങ്കിൽ എത്ര ഉരു ജപിച്ചോ അത്രയേ അതിന്റെ ഫലമുള്ളൂ, സാധാരണ ഫലേ ഉള്ളൂ. എന്നാൽ ഗോഗോഷ്ഠേ, പശുവിന്റെ സാന്നിധ്യത്തിൽ, പശുവിന്റെ ആലയിൽ വെച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ അത് മധ്യമയാണ്. അത് എന്താണ്? സാധാരണയല്ല, അതിൽ കൂടിയ ഗ്രേഡുള്ള ഒരു സന്ധ്യാവന്ദനമാണ്. സാധാരണ ജപിച്ചതിന്റെ ഇരട്ടി ഫലം നമുക്ക് പശുഗോഷ്ഠത്തിൽ വെച്ച് ചെയ്താൽ കിട്ടും. ഇനിയോ നദീതീരെ, വെള്ളത്തിന്റെ കരയില്, നദിയുടെ കരയിലാണ് നമ്മൾ സന്ധ്യോപാസന ചെയ്യുന്നെങ്കിൽ അതാണ് ഉത്തമമായിട്ടുള്ളത്. കുളത്തിൽ തന്നെ വെച്ച് നമ്മൾ സന്ധ്യാവന്ദനം ചെയ്താൽ അതിന് പരിപൂർണ ഫലം കിട്ടും എന്നാണ്. ഇനി അതും മാത്രല്ല, ദേവീ ഗേഹേ, മന്ദിരത്തിൽ വെച്ച് ചെയ്താൽ, ഒരു ദേവീ ക്ഷേത്രത്തിൽ അങ്ങറ്റം വെച്ച് സന്ധ്യോപാസന ചെയ്യാൻ ഇടവന്നാൽ അത് പുണ്യമാണ് എന്ന് മനസ്സിലാക്കണം. ചെയ്യുന്നതിലേക്ക് വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് പറ്റാവുന്നത്ര നിത്യകർമാദികള് സന്ധ്യോപാസന ഏതെങ്കിലും ക്ഷേത്രത്തിൽ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ അതിൽ പരം ഒരു പുണ്യം വേറെ ഇല്ല എന്നാണ്. യതോ ദേവ്യാ ഉപാസേയം തതോ ദേവ്യാസ്തു സന്നിധോ സന്ധ്യാത്രയം പ്രകർത്തവ്യം തദാനന്ദ്യായ കൽപ്പതേ. അപ്പൊ കഴിയുന്നിടത്തോളം ദേവീ സന്നിധിയിൽ വെച്ച് ത്രിസന്ധ്യോപാസന നടക്കണം. അത്രത്തോളം ഫലം മറ്റൊന്നിനുമില്ല എന്നാണ് പറയുന്നത്. ഏതസ്യാപരം ദൈവം ബ്രാഹ്മണാനാം ന വിദ്യതേ. ഇതിനേക്കാളും വലിയൊരു ദൈവം വേറെയില്ല. ഈ സന്ധ്യോപാസനയെക്കാളും വലിയൊരു ദൈവം ബ്രാഹ്മണനെ സംബന്ധിച്ച് വേറെ ഒന്നില്ല. ന വിഷ്ണു ഉപാസന നിത്യ ന ശിവോപാസന തഥാ. ശിവോപാസന, വിഷ്ണുപാസന, മറ്റ് ദേവീ ദേവ ഉപാസന ഇതിനൊക്കെ കാളൊക്കെ മഹത്വമാണ് സന്ധ്യോപാസന. ഈ സന്ധ്യോപാസന ചെയ്യാതെ വേറെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും ഒരു ഫലവും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല. കൃത്യമായിട്ട് അത് ചെയ്തേക്കണം.
യഥാ ഭവേൻ മഹാദേവ്യാ ഗായത്ര്യാ ശ്രുതിചോദിത സർവവേദസാരഭൂത ഗായത്ര്യാസ്തു സമർച്ചനം. ഇതാണ് മനസ്സിലാക്കേണ്ടത്. സർവവേദ സാരഭൂത, സർവവേദങ്ങളുടെയും സാരഭൂതയായിരിക്കുന്ന ഗായത്രിയാഹ, ഗായത്രി ദേവിയുടെ സമർച്ചന, ഗായത്രി മന്ത്രം വിധിവത് ജപിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബ്രഹ്മാദയോപി സന്ധ്യായാം താം ധ്യായന്തി ജപന്തി ച വേദാ ജപന്തി താം നിത്യം വേദോ വാസ്യാ തതസ്മൃത. ബ്രഹ്മാദി ദേവന്മാരൊക്കെ സന്ധ്യാദേവിയെ, ഈ ഗായത്രി ദേവിയെ വേണ്ട പോലെ ഉപാസിക്കുന്നവരാണ്. വേദങ്ങളും ആ ദേവിയെ തന്നെയാണ് പ്രകീർത്തിച്ച് ഉപാസിക്കുന്നത്. വേദോപാസ്യ എന്ന് പ്രസിദ്ധമാണ് ഗായത്രി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തസ്മാത് സർവേ ദ്വിജാ ശാക്ത ന ശൈവ ന ച വൈഷ്ണവ ആദിശക്തിമുപാസന്തേ ഗായത്രി വേദമാതരം. ഏറ്റവും പ്രധാനപ്പെട്ട അടിവരയിട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഗായത്രീം വേദമാതരം. വേദമാതാവായ ഗായത്രിയെ, ആദിശക്തിയെ ഉപാസന്തേ, ഉപാസിക്കുന്നു എന്നർത്ഥം. ആരൊക്കെ? ഇനി ശാക്തേയരായാലും വൈഷ്ണവരായാലും ശൈവരായാലും ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായാലും ശരി, ഗായത്രിയെ വിധിയാമണ്ണം ഉപാസിക്കണം എന്നാ. അതെങ്ങനെ വേണമെന്നൊക്കെയാണ് ഇനിയുള്ള ക്രമത്തിൽ മുന്നോട്ട് പറയുന്നത്. അതെങ്ങനെയായാലും കൃത്യമായി ചെയ്തോളണം. ആചാന്തഃ പ്രാണമായമ്യ കേശവാദികനാമഭി കേശവശ്ച തഥാ നാരായണോ മാധവയേവച എന്ന് ദ്വാദശനാമങ്ങളെ കൊണ്ട് ജപിക്കാനൊക്കെയാണ് പിന്നീട് പറയുന്നത്. ആചമിച്ചിട്ട് വേണം ചെയ്യാൻ. നാമസ്മരണയോടെ പ്രാണായാമം ചെയ്യണം. കേശവൻ, നാരായണൻ, മാധവൻ, ഗോവിന്ദൻ, വിഷ്ണു, മധുസൂദനൻ, ത്രിവിക്രമൻ, വാമനൻ, ശ്രീധരൻ, ഋഷികേശൻ, പത്മനാഭൻ, ദാമോദരൻ, സംഘർഷണൻ, വാസുദേവൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, പുരുഷോത്തമൻ, അധോക്ഷജൻ, നാരസിംഹൻ, അച്യുതൻ, ജനാർദ്ദനൻ, ഉപേന്ദ്രൻ, ഹരികൃഷ്ണൻ എന്നിങ്ങനെ 24 ദേവതകളെ, ദേവനാമങ്ങൾ ജപിക്കണം. ഒക്കെ ഭഗവാന്റെ നാമങ്ങളാണ്. അത് ജപിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. എന്നിട്ടോ ഓങ്കാരപൂർവകം നാമ 24 സംഖ്യയാ സ്വാഹാന്ത്യൈ പ്രാശയേത് വാരി നമോന്തേ സ്പർശയേത്തതാ. ഇങ്ങനെ ഈ 24 മന്ത്രങ്ങള് പ്രണവപൂർവകമായിട്ട് 24 സംഖ്യയാ സ്വാഹാന്തമായിട്ട് ഓരോന്നും, ഇപ്പൊ നാരായണായ സ്വാഹ എന്ന് സ്വാഹാന്തമായിട്ട് വെള്ളം എടുത്ത് ആചമിച്ച്, അതുപോലെ തന്നെ നമോന്തമായിട്ട് സ്പർശിക്കണം. നാരായണായ നമ, അതാണ് നമോന്തം. നമ എന്ന് അന്തത്തില്, അതുപോലെ സ്വാഹ എന്ന് അന്തത്തില്. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കേശവാദി ത്രിഭിപ്പീത്വാ ദ്വാഭ്യാം പ്രക്ഷാളയേത് കരൗ മുഖം പ്രക്ഷാളയേത് ദ്വാഭ്യാം ഉന്മാർജനം തഥാ. ഈ കേശവാദി നാമങ്ങളിൽ കൊണ്ട് വെള്ളം കുടിക്കണം. മറ്റ് 2 നാമങ്ങളെ കൊണ്ട് കൈ കഴുകണം. അടുത്ത 2 നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുഖം കഴുകണം. അടുത്ത 2 നാമങ്ങൾ മുഖം തുടക്കണം. ഇങ്ങനെ ഓരോ അംഗപ്രത്യംഗവും ശുചിയാക്കി മാറ്റേണ്ടതുണ്ട്. ആചമന പ്രക്രിയയാണ് പറയുന്നത്. അങ്ങനെ സന്ധ്യാവന്ദനം ചെയ്യേണ്ട ക്രമത്തെ വിസ്തരിച്ച് പറയുക. മനസ്സിലായില്ലേ? ഇവിടെ പ്രാണായാമം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ അതിഗംഭീരമായിട്ട് പറയുന്നുണ്ട്. യോഗ മാർഗത്തിലേക്ക് താല്പര്യമുള്ളവർക്ക് ആ ഭാഗം വിസ്തരിച്ച് വായിച്ചു നോക്കാം. എന്നിട്ട് പറയണു ഗായത്രീം ശിരസാസാർത്ഥം ജപേത് വ്യാഹൃതി പൂർവികാം പ്രതി പ്രണവ സംയുക്താം ത്രിതയം പ്രാണസംയമ. ഛന്ദസ് ചേർത്തിട്ട് വേണം ചൊല്ലാൻ. എന്നിട്ടോ വ്യാഹൃതിയോടുകൂടി പ്രത്യേകം പ്രണവം ചേർത്ത് ഓം ഭൂർ ഭുവസ്വ എന്ന ക്രമത്തില് ഗായത്രി 3 ചൊല്ലി പ്രാണായാമം ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി ലക്ഷണയുക്തമായിട്ടുള്ള ആ പ്രാണായാമം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വിസ്തരിച്ച് പറയുവാണ് അടുത്ത്. പഞ്ചാങ്കുലീഭിർ നാസാഗ്രം പീഡയേത് പ്രണവേന തു സർവപാപഹരാ മുദ്ര വാനപ്രസ്ഥ ഗൃഹസ്ഥയോ. വാനപ്രസ്ഥാശ്രമിയും ഗൃഹസ്ഥാശ്രമിയും ആണെങ്കിൽ 5 വിരലും വെച്ചുകൊണ്ട് നാസാഗ്രത്തിൽ അമർത്തി പിടിച്ചിട്ട് വേണം പ്രാണായാമം ചെയ്യാൻ.
ഇതാണ് അവരുടെ ക്രമം. എല്ലാവർക്കും ഒരേ പ്രാണായാമ വിധിയല്ല. എന്നാൽ ബ്രഹ്മചാരിയും മറ്റുള്ളവരുമാണെങ്കിൽ എങ്ങനെയാ ചൊല്ലുക? യതി ബ്രഹ്മചാരി തുടങ്ങിയവരാണെങ്കിൽ ചെറുവരല്, മോതിരവിരല്, തള്ളവിരല്, ഈ 3 വിരലും ചേർത്ത് നാസാഗ്രത്തെ അമർത്തിപ്പിടിച്ചിട്ട് വേണം പ്രാണായാമം ചെയ്യാൻ. ബാക്കി 2 വിരലും ചേർക്കാൻ പാടില്ല, ശ്രദ്ധിച്ചോളണം. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ എങ്ങനെയാ പ്രാണായാമം ചെയ്യേണ്ടതിന് കൈപിടിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഓരോ മന്ത്രങ്ങളും അവിടെ ചെയ്യാനുണ്ട്. അന്തഃകരണ സംഭിന്നം പാപം തസ്യ വിനശ്യതി എന്ന് തുടങ്ങാണ്. പിന്നെയോ ഹിഷ്ടേതി സൂക്തേന മാർജനം ചെയ്വകാരേ. അവിടെ ആചമനം ചെയ്യുന്നത് മുഖം മാർജനം ചെയ്യുക, ഓരോ അംഗത്തിലും സ്പർശിക്കുക, ജലം കൊണ്ട് കഴുകുക എന്നർത്ഥം. അങ്ങനെയൊക്കെ ചെയ്യേണ്ട ക്രമത്തെക്കുറിച്ചാണ് പിന്നെ പറയുന്നത്. നിത്യോപാസന ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെ ഇരുന്നിട്ടാണ് പിന്നെ ജപിക്കേണ്ടത് എന്നും പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? ഖേജരി മുദ്ര എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ. അതിപ്പോ ഞാനിപ്പോ ഈ പ്രഭാഷണത്തിൽ ചില കാര്യങ്ങൾ ബോധപൂർവമാണ് പറയാത്തത്. എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ചോദിച്ചാൽ, അത് അത്തരം താല്പര്യമുള്ളവർക്ക് പ്രത്യേകം ഗുരുമുഖത്ത് നിന്ന് ശീലിക്കുക തന്നെ വേണം. പുസ്തകം നോക്കിയിട്ടോ പ്രഭാഷണം കേട്ടിട്ടോ ശീലിക്കാൻ പാടില്ല. അപ്പൊ പടിഞ്ഞിരുന്ന് ചെയ്യേണ്ടതാണ്. ആയാതുവരതാ ദേവി അക്ഷരം ബ്രഹ്മസംഹിതം ഗായത്രി ഛന്ദസാം മാതരിതം ബ്രഹ്മ ജുഷസ്വമേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ സരസ്വതിയായിട്ടും അജരയായിട്ടും അമരയായിട്ടും ഒക്കെ ദേവി നമ്മൾ സ്മരിക്കുകയും അവർക്ക് നമസ്കാരം പറയുകയൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുകയാണ്. ഓരോ വരലുകളെ കൊണ്ടും തൊട്ട് ജപിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പിന്നീട് വിസ്തരിച്ച് പറയുന്നത് നമ്മളോട്. ഇത്രയും ഭാഗം കൊണ്ട് അത് എങ്ങനെയാണ് വിഷയം ചെയ്യേണ്ടത് എന്ന് ഒന്നും കൂടി സംഗ്രഹിച്ച് പറയുന്നു അവസാന ഭാഗത്തിൽ. ഓങ്കാരം പൂർവമുച്ചാര്യ ഭൂർഭവസ്വ തഥൈവ ച ചതുർവിംശത്യക്ഷരാം ച ഗായത്രീം ചോച്ചരേത്തതഃ. ഓങ്കാരവും പിന്നീട് 3 വ്യാഹൃതികളും ഉച്ചരിച്ച് 24 അക്ഷരങ്ങളുള്ള ഗായത്രി ജപിക്കണം. ഏവം നിത്യം ജപം കുര്യാത് ബ്രാഹ്മണോ വിപ്രപുങ്കവ സസമഗ്രം ഫലം പ്രാപ്യ സന്ധ്യായാ സുഖമേധതേ. അതിന്റെ അത്രയും സിമ്പിളാണ് ആ വാക്യം. അതിന്റെ അർത്ഥം മലയാളത്തിൽ പറയേ വേണ്ട. കാരണം നിത്യവും ജപിക്കുന്ന ബ്രാഹ്മണൻ, സന്ധ്യോപാസന ചെയ്യുന്ന ആള് എല്ലാ ഫലങ്ങളെയും പ്രാപിച്ച് സുഖിയായിട്ട് തീരും എന്നാണ്. അതില്ലാണ്ടിരുന്നാൽ അതിന്റെ അനർത്ഥവും അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബ്രാഹ്മണര് ഈ ക്രിയ ചെയ്യണം എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ ചെയ്യണ്ട എന്നർത്ഥമില്ല. ദ്വിജന്മാര് എന്ന് പറയുന്നത് ഇവർക്കെല്ലാം അതിന് അധികാരമുണ്ട്. ആരാ ഈ ദ്വിജന്മാര്? ത്രൈവർണികന്മാരൊക്കെ ദ്വിജന്മാരാണ്. എല്ലാവർക്കും ഉപനയനമൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ക്ഷത്രിയനും വൈശ്യനും ഒക്കെ ഉപനയനാദി ക്രിയകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വലിയ പ്രയാസമുള്ള കാര്യമല്ലേ, രാവിലെയും ഉച്ചക്കും വൈകുന്നേരം ഒക്കെ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക പറഞ്ഞാൽ. അപ്പൊ അവരൊക്കെ സുഖികളായി തീർന്നപ്പോൾ അതൊക്കെ മുകളിലോട്ട് ഏൽപ്പിച്ചു. വൈശ്യന്മാര് തീരുമാനിച്ചു ഇതൊക്കെ ക്ഷത്രിയന്മാരും ബ്രാഹ്മണരും ചെയ്താൽ മതി. ക്ഷത്രിയന്മാരെന്താ തീരുമാനിച്ചു? ഇതൊക്കെ ബ്രാഹ്മണര് ചെയ്താൽ മതി എന്ന് തീരുമാനിച്ചു. ഇപ്പം ബ്രാഹ്മണന്മാരെന്താ ചെയ്യണേ? ബ്രാഹ്മണന്മാര് തീരുമാനിക്കുന്നത് നമ്മളിൽ തന്നെ ചില വങ്കന്മാരുണ്ട്, അവര് ചെയ്താൽ മതി, നമ്മൾ സുഖിച്ചോളാന്ന് തീരുമാനിക്കുക. അപ്പൊ ഇങ്ങനെ ആയാൽ പറ്റില്ല. അപ്പോ എല്ലാവരും ഗായത്രി ഉപാസനം ചെയ്യണം എന്നാണ് ഇപ്പൊ ദേവി ഭാഗവതം നമ്മളോട് വിസ്തരിച്ച് പറഞ്ഞു തരുന്നത്. എന്നിട്ട് സന്ധ്യാവന്തനാദി ക്രിയകൾ അടുത്ത് വിസ്തരിച്ച് പറയുവാണ് അടുത്ത അധ്യായം കൊണ്ട്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ബ്രാഹ്മണരായാൽ പോലും അവർക്ക് വേണ്ട പോലെ ധാരണയില്ലാത്ത ചില കാര്യങ്ങൾ, അവർക്ക് ധാരണയില്ല എന്ന് പറഞ്ഞത് അവരെ ഓതിക്കോന്മാര് വേണ്ട പോലെ ധരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ അത് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെ വേണം ഗായത്രി ജപിക്കേണ്ട ക്രമത്തെ പറയാണ്. ഭിന്നപദാതു ഗായത്രി ബ്രഹ്മഹത്യ പ്രാണനാശിനി അഭിന്നപാദാ ഗായത്രി ബ്രഹ്മഹത്യാം പ്രയച്ഛതി. കണ്ടോ, ഒരു ഭീഷണിപ്പെടുത്തുകയാണ് നമ്മളെ. അതിന്റെ ഘോരമായ ഫലത്തെ നമ്മളെ ബോധിപ്പിക്കുക. ഭിന്നപതയായിട്ട് വേണം ഗായത്രി ജപിക്കാൻ. അപ്പൊ ബ്രഹ്മഹത്യാദോഷത്തെ പോലും ഇല്ലാണ്ടാക്കും. എന്നാൽ അഭിന്നപദമായിട്ട് ഗായത്രിയെ ജപിച്ചാൽ അത് ബ്രഹ്മഹത്യാപാപത്തെ ഉണ്ടാക്കി തരുന്ന അത്രയും അപകടമാണ്. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം?
ഗായത്രി ത്രിപദയാണല്ലോ, 3 പാദങ്ങളാണല്ലോ. ഓം ഭൂർഭുവസ്വ എന്ന് പറയുന്ന വ്യാഹൃതിയോട് കൂടാതെ ബാക്കി 3 പാദങ്ങളാണ് ഗായത്രിക്ക്. ആ ഗായത്രിയുടെ 4ാമത്തെ പാദമാണ് സാക്ഷാത് സൂര്യഭഗവാൻ. അതുകൊണ്ടാണ് 3 പാദത്തിൽ നിർത്തിയത്. 8 അക്ഷരമുള്ള 3 പാദം. അപ്പൊ എങ്ങനെ ജപിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഓരോ പാദമായിട്ടേ ജപിക്കാവൂന്ന. അതെങ്ങനെയാ ജപിക്കുക? ഓം ഭൂർഭുവസ്വ എന്ന വ്യാഹൃതി കഴിഞ്ഞ് ഒരു ശ്വാസം എടുക്കണം, ഒരു വിരതി ഉണ്ടാവണം. തത്സവിതുർവരേണ്യം എന്ന 8 അക്ഷരം ജപിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വിരതി ഉണ്ടാവണം, ഒരു വിരാമം ഉണ്ടാവണം. അങ്ങനെ ഭർഗോ ദേവസ്യ ധീമഹി എന്ന 8 അക്ഷരം കഴിഞ്ഞാൽ അവിടെയും വിരതി ഉണ്ടാവണം. ധിയോയോന പ്രചോദയാത് എന്ന് കഴിഞ്ഞാൽ അവിടെയും വിരതി ഉണ്ടാവണം. ഇങ്ങനെ ഭിന്ന ഭിന്ന പദങ്ങളായിട്ട് പാദങ്ങളായിട്ട് നമ്മൾ ഗായത്രിയെ ജപിച്ചാലേ അതിന് ഫലമുള്ളൂ. പ്രചോദയാ എന്ന് ജപിച്ചതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, അത് ബ്രഹ്മഹത്യാപാതകം ആയിട്ട് തീരുന്നതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി പ്രണവവ്യാഹൃതികൾ ഒരു ഘട്ടം, ഓരോ അഷ്ടാക്ഷരങ്ങളും, അതായത് 8 അക്ഷരങ്ങളുള്ള ഓരോ പാദത്തെയും വേറെ വേറെ ചൊല്ലി വേണം ഗായത്രി ജപിക്കാൻ. അവിടെ തിരക്ക് പിടിച്ചിട്ടൊന്നും ജപിച്ചിട്ട് കാര്യമില്ല. അത് എണ്ണം കുറച്ചോളൂ. നിങ്ങൾ മനസ്സിലായില്ലേ? ഗായത്രി ജപിക്കുന്ന 108 ഗായത്രി ജപിക്കണം എല്ലാ ദിവസവും, എല്ലാ സന്ധ്യക്കും. ഇനി അത് പറ്റുന്നില്ലെങ്കിൽ മധ്യാഹ്ന സന്ധ്യയിൽ 10 ഗായത്രി ജപിച്ചാൽ മതി എന്ന് നമുക്ക് ഒരു ഇളവ് തന്നിട്ടുണ്ട്. പ്രാതസന്ധ്യക്കും സായം സന്ധ്യക്കും നമ്മൾ 108 ഗായത്രി ജപിക്കണം, 108 അഷ്ടാക്ഷരം ജപിക്കണം, 108 പഞ്ചാക്ഷരം ജപിക്കണം, 108 പ്രണവം ജപിക്കണം. ഇതൊക്കെ നിയതമായ വിധിയാണ്. അത് അതേപടി ചെയ്യണം. ഇനി അത് ചെയ്യാൻ പറ്റുന്നില്ല, ഇത്രയും സമയമൊന്നും നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിന് ഒരു ക്രമമുണ്ട്. 108 പറ്റുന്നില്ലെങ്കിൽ അതിൽ കുറവ്, അങ്ങനെ 36 ഉരുവെങ്കിലും ജപിക്കണം. അതല്ലെങ്കിൽ എത്ര വേണം? 24 ഉരു ജപിക്കണം. മിനിമം 24എങ്കിലും ജപിച്ചാൽ നന്നായി എന്നുള്ളൊരു പക്ഷം. കാരണം 24 അക്ഷരമുള്ള ഗായത്രി മന്ത്രല്ലേ, അതുകൊണ്ട് അത്രയാവാം. അപ്പൊ അങ്ങനെ ഒന്നുമില്ലെങ്കിൽ 10 ഉരുവെങ്കിലും ജപിക്കണം. ഈ 10 ഉരു ജപിക്കുന്നവർക്കുള്ള അധികാരത്തെയാണ് നമ്മൾ പറയാ ദശഗായത്രി ബ്രാഹ്മണന്മാര് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവില്ലേ? അവരുടെ അധികാരമാണ് അത്. എങ്കിലും നമ്മൾ അത്രയെങ്കിലും ചെയ്താലേ പറ്റുള്ളൂ. അതിന് ശേഷം കുറക്കാനുള്ള വിധിയില്ല. ഇത്രയെങ്കിലും നമ്മൾ ചെയ്യണം. അങ്ങനെ വേണം അത് ചെയ്യാന്ന. പാദം മുറിക്കാതെ ചെയ്താൽ എന്താ കുഴപ്പമെന്നറിയോ? അച്ഛിന്ന പാദ ഗായത്രി ജപം കുറുവന്തി ഏ ദ്വിജാഹ അധോമുഖാശ്ച തിഷ്ടന്തി കൽപ്പകോടിശതാനിച്ച. ഇനി ഇലപ്രന്ത ഉണ്ട് ഇല്ലേ? പാദം മുറിക്കാതെ അവിച്ഛിന്ന പാതയായിട്ട് ഗായത്രി ജപം ചെയ്യുന്ന ഏത് ദ്വിജന്മാരുണ്ടോ, ഇവിടെ ദ്വിജശബ്ദമാണ് ഉപയോഗിച്ചത് കേട്ടോ, ബ്രാഹ്മണ ശബ്ദമല്ല. എന്തുകൊണ്ടാണ് ദ്വിജശബ്ദം ഉപയോഗിച്ച്? ഗായത്രി 3 വിഭാഗത്തിനും ചെയ്യാം. ദ്വിജന്മാർ പറഞ്ഞാൽ ത്രൈവർണികന്മാർക്കും ചെയ്യാം എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് ദ്വിജശബ്ദം പ്രയോഗിച്ചത്. അങ്ങനെ ജപിക്കുന്ന ആള് പാദം മുറിക്കാണ്ട് ഒറ്റ ശ്വാസത്തിന് ഗായത്രി ചൊല്ലി തീർക്കുന്നവരുണ്ടെങ്കിൽ അവരെ അധോമുഖന്മാരായിട്ട്, കാല് മുകളിലോട്ടും തല താഴോട്ടുമായിട്ട് എന്ത് വേണം? കൽപ്പകോടി ശതാനിജ, 100 എണ്ണം പിടിക്കാൻ പറ്റാത്ത അത്രയും കാലം തലകീഴായിട്ട് നിൽക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത്. കോടി കൽപ്പങ്ങള്, അങ്ങനെയുള്ള ശതങ്ങൾ എന്ന് പറഞ്ഞാൽ എണ്ണി തീർക്കാൻ പറ്റില്ല. കൽപ്പം എന്ന് പറഞ്ഞാൽ എത്രയാന്ന് നമുക്കറിയാലോ, അറിയോ? ഏകം ദശശത സഹസ്രായുധ ലക്ഷ പ്രയുധ കോടയ അർബുദമബ്ജം ഗർവ നിവഗർവ മഹാപത്മ ശങ്കവസ്തസ്മാ ജലധിശ്ചാന്ത്യം മധ്യം പരാർദ്ധമിതി ദശഗുണോത്തരാ സംഖ്യ. അങ്ങനെയാണ് ദശഗുണോത്തരങ്ങളായ സംഖ്യകൾ കണക്കാക്കുമ്പോൾ. അപ്പൊ 10⁻17 മുകളിലോട്ട് പോവും ഈ കൽപ്പം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള തകരാറുകളുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. സദ്വിജ പരമോജ്ഞേയ പരം സായുജ്യമാപ്നുയാത് അന്യഥാ പ്രജവേദ്യസ്തു സജപോ വിഫലോ ഭവേത്. നന്നായി ജപിച്ചാൽ നല്ല ഫലം കിട്ടും. അപ്പൊ ഗായത്രിയെ കുറിച്ചിട്ട് പിന്നെ വളരെ വിസ്തരിച്ചിട്ട് പറയുകയാണ് എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ. നമുക്ക് ഈ സമയം അത്രയൊന്നും മതിയാവില്ല. കാരണം അതുകൊണ്ട് ഒന്ന് അവിടെയും എങ്ങനെയാണ് ചെയ്യേണ്ടത്, രേചകം പൂരകം കുംഭകം മുതലായിട്ടുള്ള കാര്യങ്ങൾ ഗായത്രിയുമായി ബന്ധപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അധ്യായത്തിൽ വിസ്തരിച്ച് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പൂർണ്ണോപചാര കഥനം എന്ന് പറയുന്ന ഭാഗത്തേക്ക് കടക്കുകയാണ് 18 അധ്യായത്തിൽ. അപ്പം പറയാണ്, അല്ലയോ പിന്നെ ശ്രീമാതാവിന്റെ പൂജാക്രമത്തെ കുറിച്ചിട്ട് ഞാൻ എനിക്ക് പറഞ്ഞുതരാം, നീ കേട്ടോളൂ എന്ന് നാരദരോട് നാരായണ മഹർഷി പറയുന്നു.
എന്നിട്ട് ആചമനം ചെയ്ത് മൗനിയായി സങ്കല്പത്തോടുകൂടി ഭൂതശുദ്ധി വരുത്തി മാതൃകാന്യാസം ചെയ്ത് ഷഡംഗന്യാസം മുതലായിട്ടുള്ള ചെയ്ത് പൂജക്ക് പറയുന്ന പ്രകാരത്തിൽ പൂജ ചെയ്യണം എന്ന് ആ അധ്യായത്തിൽ നമ്മളോട് വിസ്തരിച്ച് പറയുകയാണ്. എങ്ങനെയാണ് ആ പൂജാവിധാനം ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്നു. അങ്ങനെ യേഷാം തു ജന്മസാഫല്യം തേഷാം ശ്രദ്ധ പ്രജായതേ യേഷാം തു ജന്മസാങ്കര്യം തേഷാം ശ്രദ്ധ നജായതേ. ആർക്കാണോ ജന്മസാഫല്യം ഉള്ളത് അവര് ദേവീ ദേവന്മാരുടെ പൂജയിൽ ശ്രദ്ധിക്കും. അങ്ങനെ അല്ലാത്തവർക്ക് ശ്രദ്ധ ഉണ്ടാവില്ല. പൂജ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് തന്നെ അത്തര പുണ്യം കൊണ്ടുണ്ടാവുന്ന ഒരു വിചാരമാണ് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് മധ്യാഹ്ന സന്ധ്യയെ എങ്ങനെ ഉപാസിക്കണം എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ബ്രഹ്മയജ്ഞം എങ്ങനെയാണ് വേണ്ടത് എന്ന് പറയുന്നു. ഇത്രയും കഴിഞ്ഞ് അതിന്റെ ക്രമങ്ങളെല്ലാം വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട് കേട്ടോ. 54 പദ്യങ്ങളെ കൊണ്ട് അതിഗംഭീരമായിട്ട് അതിനെക്കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഇത്രയും കഴിഞ്ഞ് ഗായത്രി പുരസ്ചരണം ആണ്. ഗായത്രി മന്ത്രോപാസനയിലും പിന്നെ പുരസ്ചരണക്രമം എന്താണ് എന്ന് വിസ്തരിച്ച് പറയുന്നു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർവപാപപ്രണാശനമാണ്. ഗായത്രി ജപം അത്രക്കും പ്രാധാന്യമുള്ളതാണ്. അത് വളരെ വിസ്തരിച്ച് മനസ്സിലാക്കേണ്ടതാണ് എന്നും പറഞ്ഞു. അതെങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടും നമ്മളോട് പറയുന്നു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇതെല്ലാം അതാത് വിഷയത്തിൽ അത്രയും അടുത്ത് പെരുമാറുന്നവർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്നാൽ ഇനി പറയുന്ന കാര്യം അങ്ങനെയല്ല. അത് കുറച്ചുകൂടി വിസ്തരിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അടുത്ത് 52 അധ്യായത്തില് നാരായണൻ പറയുകയാണ് നാരദരോട്, അഥാത ശ്രുയതാം ബ്രഹ്മ വൈശ്വദേവ വിധാനകം പുരശ്ചര്യ പ്രസംഗേന മമാഭിസ്മൃതിമാഗതം. ഈ പുനശ്ചര്യയെ കുറിച്ച് പറഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നൊരു സംഗതിയാണ് വൈശ്വദേവാദികൾ. അതെല്ലാവരും അനുഷ്ഠിക്കേണ്ടതുണ്ട് എന്ന് പറയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു സംഗതിയാണ്. അതുകൊണ്ട് അതൊന്ന് ചുരുക്കി പറയാം. ദേവയജ്ഞം, ബ്രഹ്മയജ്ഞം, ഭൂതയജ്ഞം, പിതൃയജ്ഞം, മനുഷ്യയജ്ഞം എന്ന് തുടങ്ങിയിട്ട് 5 യജ്ഞങ്ങൾ നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞു. പഞ്ചസൂനാ ഗൃഹസ്ഥസ്യ ചുല്ലി പ്രേഷണ്യുപസ്കരഃ കുണ്ടലീ ചോദകുംഭശ്ച തേഷാം പാപസ്യ ശാന്തയേ. 5 വിധത്തിലുള്ള പാപം ആർക്കുണ്ട്? ഒരു ഗൃഹസ്ഥനുണ്ട്. എന്തൊക്കെയാ അത് പാപങ്ങള്? അടുപ്പ് ഒരു പാപമാണ്. അരക്കല്ല് ഒരു പാപത്തിന്റെ വഴിയാണ്. കോടാലി, ഉലക്ക, കിണ്ടി, ഇങ്ങനെ 5 എണ്ണം പാപം ഉണ്ടാക്കി തരുന്ന സാധനങ്ങളാണ്. അല്ലേ? നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് ആലോചിച്ച് നോക്ക്. ഇപ്പൊ അടുപ്പിൽ ഇപ്പൊ എന്തെല്ലാം വീണ് ചാവുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? നമ്മൾ ചകിരിയൊക്കെ പറക്കി അടുപ്പിലേക്ക് അങ്ങ് തള്ളി കയറ്റും. അതിന്റെ ഉള്ളിലൊക്കെ പല ജീവികളും ചിലപ്പോൾ കാണും. ഇങ്ങനെ പാപത്തിനുള്ള വഴിയാണ്. അതുപോലെയാണ് ഓരോന്നും, അരക്കല്ല് മുതലായിട്ട കാര്യങ്ങൾ. അപ്പൊ ഇതിൽ നിന്നൊക്കെ മോചനം നേടണമെങ്കിൽ പഞ്ചയജ്ഞം ചെയ്തേ പറ്റൂ എന്നാണ് പറയുന്നത്. അപ്പൊ പഞ്ചയജ്ഞത്തെ കുറിച്ചിട്ട് വിസ്തരിച്ച് പഠിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോ അതെന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിന്റെ ഫലങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെയാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ശരി, ഒരു ഗൃഹസ്ഥൻ എപ്പോഴും പഞ്ചയജ്ഞങ്ങൾ ചെയ്യണം എന്നാണ്. പഞ്ചയജ്ഞങ്ങളിൽ എന്തൊക്കെയാണത്? ദേവയജ്ഞം, ദേവന്മാർക്കുള്ള പൂജ, ബ്രഹ്മയജ്ഞം, പിതൃയജ്ഞം. പിതൃയജ്ഞം എന്ന് പറഞ്ഞാൽ പിതൃക്കൾക്കുള്ള പൂജ, അത് ശ്രാദ്ധാദികളാണ്. മനസ്സിലായില്ലേ? അതുപോലെ മനുഷ്യയജ്ഞം, ഭൂതയജ്ഞം, ഇങ്ങനെ ഓരോന്നിനെ കുറിച്ചിട്ടും അതിൽ വിസ്തരിച്ച് പറയുകയാണ്. അപ്പൊ അവരെങ്ങനെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരു ഗൃഹസ്ഥൻ ചെയ്യേണ്ടത് തനിക്ക് കിട്ടിയ ആഹാരത്തെ 4ആയിട്ട് പകുക്കണം. ആദ്യം ബ്രാഹ്മണ ഭോജനം നടത്തണം, പിന്നെ പശുവിന് കൊടുക്കണം, 3-ാമത്തെ ഭാഗം അതിഥികൾക്ക് കൊടുക്കണം, 4-ാം ഭാഗം മാത്രമേ സ്വമേധയാ ഭക്ഷിക്കാൻ പാടുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സുരഭിർ വൈഷ്ണവി മാതാ നിത്യം വിഷ്ണുപദേ സ്ഥിത ഗോഗ്രാസം ച മയാദത്തം സുരഭേ പ്രതിഗൃഹ്യതാം. പശുവിന് കൊടുക്കുമ്പം എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈഷ്ണവിയായ മാതാവാണ് ഈ പശു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത്രയും പ്രാധാന്യമുണ്ട്. ഗോഭ്യശ്ച നമ എന്ന് മന്ത്രപൂർവകമായിട്ട് വേണം പശുവിനെ പരിപാലിക്കാൻ, അതിന് കൊടുക്കാൻ എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ വിസ്തരിച്ച് ആ 22-ാമത്തെ അധ്യായം പറയുന്നു. അപ്പൊ അവിടെ ഓരോന്നും ഗായത്രി ഛന്ദാഖ്യാതം ദേവസ്വാത്മാ ഭവേദപി സ്വാഹാന്തോ മന്ത്ര ആഖ്യാത പരമാത്മന ഉച്ചരേത്. ഗായത്രിയാണ് ഛന്ദസ്, ആത്മാവ് ദേവതയാണ്, സ്വാഹാന്തമാണ് മന്ത്രം,
പരമാത്മാവിനായിക്കൊണ്ടാണ് നമസ്കാരം ചൊല്ലുന്നത് എന്ന നിലയിൽ ഇതം നമമ എന്ന് പറഞ്ഞുകൊണ്ട് വേണം ഓരോന്നും ചെയ്യാൻ. ഇത് എനിക്ക് വേണ്ടിയുള്ളതല്ല. പിന്നെയോ അതാത് ദേവതകളെ ഉദ്ദേശിച്ച് ചെയ്യുന്നു, ലോക നന്മയ്ക്ക് വേണ്ടിയാണ്. ഇപ്പൊ ലോകസംഗ്രഹം, ലോക കല്യാണകാരകമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യണത് എന്ന് പറയുക. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനു വേണ്ടിയിട്ട് പല വ്രതങ്ങളും പല പരിഹാരക്രമങ്ങളും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തപ്ത കൃച്ഛ്രാദി ലക്ഷണങ്ങൾ 23-ാമത്തെ അധ്യായത്തിൽ നമ്മളോട് പറയുന്നു. കൃച്ഛ്രം എന്ന് പറഞ്ഞാൽ വ്രതവിശേഷമാണ് കേട്ടോ. കഠിനമായിട്ട് നേടേണ്ട സംഗതികളെയാണ് കൃച്ഛ്രം എന്ന് പറയാം. അപ്പൊ പലതരത്തിലുള്ള വ്രതങ്ങളുണ്ട്. ചാന്ദ്രായണാദി വിധികൾ, പ്രാജാപത്യം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അനവധി ക്രമങ്ങളുണ്ട്. അതിനെ കുറിച്ചിട്ടൊക്കെ വിസ്തരിച്ച് പറയേണ്ടതാണ്. ഇവിടെ സമയത്തിന്റെ ഒരു കുറവുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഏതായാലും ആ വിഷയങ്ങള്, കൃച്ഛ്രങ്ങളെ കുറിച്ചിട്ട് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് 24-ാമത്തെ അധ്യായത്തില് കാമ്യകർമ്മങ്ങൾ എന്തൊക്കെയാണെന്നും പ്രായശ്ചിത്ത കർമ്മങ്ങൾ എന്തൊക്കെയാണെന്നും വിസ്തരിച്ച് പറയാം. അപ്പൊ നാരദർ ചോദിക്കുകയാണ്, ഞാനിങ്ങനെ നാരായണ മഹാഭാഗ ഗായത്രി അസ്തു സമാസദ ശാന്ത്യാദികാൻ പ്രയോഗാം സ്തുവതസ്വ കരുണാനിധേ. അല്ലയോ കരുണാനിധേ, മഹാഭാഗനായിട്ടുള്ള നാരായണ മഹർഷേ, അവിടുന്ന് ഗായത്രി മന്ത്രം കൊണ്ടുള്ള ശാന്ത്യാദി പ്രയോഗങ്ങളെ കുറിച്ചിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരണം. ഗായത്രി മന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ശാന്തി ക്രമത്തെ ഒന്ന് പറഞ്ഞു തരണം എന്ന് പറയുകയാണ്. അപ്പൊ നാരദന് വേണ്ടിയിട്ട് ശ്രീനാരായണൻ പറയണു, അതിഗുഹ്യമിതം പൃഷ്ടം ത്വയാ ബ്രഹ്മതനൂദ്ഭവ ന കസ്യാപി ച വക്തവ്യം ദുഷ്ടായ പിശുനായ ച അഥ ശാന്തിം പയോക്താഭി സദ്ഭിർ ജുഹുയാദ്വിജ ശമീ സമിദ്ഭി ശാമ്യന്തി ഭൂതരോഗഗ്രഹാദയാ. അപ്പൊ ഇത് ഭഗവാൻ പറഞ്ഞു തുടങ്ങുന്നതിന് അങ്ങനെയാണ്. അതിഗുഹ്യമിതം പൃഷ്ടം ത്വയാ, നിന്നാൽ ചോദിക്കപ്പെട്ട ഈ കാര്യമുണ്ടല്ലോ, ശാന്തി കർമാദികള്, ഇത് അത്യന്തം ഗുഹ്യതമമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതിനെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. പക്ഷെ ഇത് ആർക്കും വേറെ പറഞ്ഞു കൊടുക്കരുത് എന്ന് ഭഗവാൻ പറയുന്നു. ഇത്രയും നേരം ഒന്നും ആർക്കും പറഞ്ഞു കൊടുക്കരുത് എന്ന് പറഞ്ഞില്ല. പക്ഷെ ഇവിടെ എത്തുമ്പോൾ ഭഗവാൻ പറയുന്നു, ഇതങ്ങനെ ലോകത്തിന് മുഴുവൻ മൈക്ക് കെട്ടി പ്രസംഗിക്കേണ്ട കാര്യമല്ല. അതൊരു പ്രഭാഷണത്തിന്റെ വിഷയമല്ല. അത് പരിഹാരം ചെയ്യേണ്ട സന്ദർഭത്തിൽ മാത്രം ഉപയോഗിക്കേണ്ടതാണ് എന്ന് പറയാം. എന്നിട്ട് കർമ്മത്തെ സംക്ഷേപിച്ചു പറയാണ് അധ്യായത്തില്. ഇത് സംക്ഷേപത പ്രോക്ത സദാചാരസ്യ സംഗ്രഹ വിധിനാചരണാദസ്യ മയാ ദുർഗാ പ്രസീദതി. മായാ ദുർഗാ പ്രസീദതി. മായയായ ദുർഗ നമ്മളിലൊക്കെ പ്രസാദിക്കും. എങ്ങനെയാണെങ്കിൽ സദാചാരസ്യ സംഗ്രഹ പ്രോക്ത വിധിന ആചരണാത്, വിധിവാൻ വണ്ണം ആചരിച്ചു കഴിഞ്ഞാൽ ദുർഗാദേവി നമ്മളിൽ പ്രസാദിക്കും എന്നാണ് പറഞ്ഞത്. എന്നിട്ട് കർമ്മത്തെ കുറിച്ച് പറയാണ് 2 പ്രകാരത്തിൽ. നൈമിത്തികം ച നിത്യം ച കാമ്യകർമ്മ യഥാവിധി ആചരേത് മനുജസ്വയം ഭുക്തി മുക്തി ഫലാപ്തി ഭാഗ്. ഉരുവിട്ട് പഠിക്കേണ്ട സംഗതികളിൽ ഒരു സംഗതിയാണ് നൈമിത്തികം. അതുപോലെ നിത്യം, കാമ്യം തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങൾ യഥാവിധി ആചരേത്. അങ്ങനെയാണെങ്കിൽ ഭുക്തി മുക്തി ഫലാപ്തി ഭാഗ് ആവും. മുക്തിയും മുക്തിയും ഭുക്തിയും, ഞാൻ പറയുന്ന ശബ്ദങ്ങളെല്ലാം വേറെ വേറെയാണ്, കേൾക്കുമ്പോൾ ഒരുപോലെ ചിലപ്പോൾ തോന്നിയേക്കാം. അപ്പൊ ഇതൊക്കെ നമുക്ക് ഉണ്ടാവും, അതിനൊക്കെ പാത്രീഭൂതരാവും നാം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറയുന്നു നമ്മളോട് വീണ്ടും ആദ്യത്തെ ആ വാക്യം ആവർത്തിക്കുവാണ്. ഈ സ്കന്ധം, ഏകാദശ സ്കന്ധം ആരംഭിക്കുമ്പോൾ പറഞ്ഞ അതേ വാക്യങ്ങളെ ആവർത്തിക്കുകയാണ്. ആചാരപ്രഥമോ ധർമ്മോ ധർമ്മസ്യ പ്രഭുരീശ്വരി അത്യുക്തം സർവശാസ്ത്രേ ഇത്യുക്തം സർവശാസ്ത്രേഷു സദാചാരഫലം മഹത്. ആചാരമാണ് പ്രഥമമായ ധർമ്മം. ആ ധർമ്മത്തിന്റെ പ്രഭു ഈശ്വരിയാണ്, ദേവിയാണ്, ഗായത്രി ദേവിയെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത്യുക്തം സർവശാസ്ത്രേഷു സദാചാരഫലം മഹത്. ആചാരവാൻ സദാ പൂത സദൈവ ആചാരവാൻ സുഖി. ഇങ്ങനെയുള്ള ഈ ക്രമത്തെ ആചരിക്കുന്നവൻ ആരായാലും ആചാരത്തോടു കൂടിയവൻ, അതാണ് ആചാരവാൻ. അയാള് പൂതനായിത്തീരും, മന്ത്രപരിപൂതനായിട്ട് തീരും, പവിത്രമായിട്ട് തീരും.
പിന്നെയോ സദൈവ ആചാരവാൻ സുഖി, എപ്പോഴും ആചരിക്കുന്നവൻ സുഖിയായിട്ട് തീരും. ആചാരവാൻ സദാ ധന്യ, ഇത്തരം ആചരണങ്ങളെ മുറുക്ക പിടിച്ച് ജീവിക്കുന്ന ആള് ധന്യനായിരിക്കും എന്ന് സത്യം സത്യം ച നാരദ, അല്ലയോ നാരദ, 2 തവണ സത്യം സത്യം പറയുവാണ്. അപ്പൊ അത്രയും ദൃഢമായിട്ട് സത്യം ചെയ്ത് പറയുകയാണ് നാരായണൻ നാരദരോട്. ആചാരവാൻ പൂതനാവും സുഖിയാവും ധന്യനാവും. അതുകൊണ്ട് ആചാരത്തെ വിടാതെ പിടിച്ചുകൊള്ളണം. ദേവീ പ്രസാദ ജനകം സദാചാര വിധായകം യദപി ശൃണുയാത്മർത്യോ മഹാസമ്പത്തി സൗഖ്യഭാഗ്. അങ്ങനെ ദേവീപ്രസാദ ജനകമായ സദാചാര വിധിയെ കേട്ടാൽ പോലും മദീന, അതിന്റെ പുണ്യം കിട്ടും. മനസ്സിലായില്ലേ? സദാചാരേണ സിദ്ധേച്ഛ ഐഹിക ആമുഷ്മികം സുഖം തദേവ തേ മയാ പ്രോക്തം കിമന്യത് ശ്രോതുമിച്ഛസി. അധ്യായം ഈ സ്കന്ധം സംഗ്രഹിച്ചോട്ട് പറയാണ്, അങ്ങനെ സദാചാരത്തെ കുറിച്ച് ഞാൻ നിനക്ക് വേണ്ടതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഇതിലപ്പുറം നിനക്ക് എന്താണ് അറിയേണ്ടത്? ആ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിലപ്പുറം ഒന്നും അറിയാനില്ല എന്ന ഒരു ഉപസംഹാരവും അതിന്റെ കൂടെയുണ്ട്. അടുത്ത അധ്യായത്തിലേക്കുള്ള ഒരു ആമുഖവും അവിടെയുണ്ട്. അത്രയും മാത്രം ഈ ഭാഗത്ത് നമ്മൾ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ സന്ധ്യോപാസന നിർബന്ധമായും എല്ലാവരും ശീലിക്കണം. പ്രാതസന്ധ്യയിലും സായം സന്ധ്യയിലും നിർബന്ധമായും ദീപപ്രജ്വലനം ചെയ്ത് ഉപാസന ചെയ്തിരിക്കണം. അതുപോലെ പഞ്ചയജ്ഞങ്ങൾ ചെയ്തിരിക്കണം എന്നാണ്. ഭസ്മധാരണം, രുദ്രാക്ഷധാരണം ഇത് ഒഴിവാക്കാൻ പാടില്ല ജപസമയത്ത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഈ അധ്യായത്തെ ദേവിയുടെ ഗായത്രിയുടെ തൃപാദത്തിൽ അർപ്പിച്ചു എല്ലാ സജ്ജനങ്ങൾക്കും ഗായത്രി ഉപാസിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനോ ചോദിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ആവാം. ഞാൻ ഇപ്പൊ തന്നെ 10 മിനിറ്റ് കൂടുതലെടുത്തു. നന്ദി ഈശ്വരൻ സാർ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയ നിവാരണം അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആവാം. ആരെങ്കിലും ഉണ്ടോ? നമസ്കാരം മാഷെ. ഒരു സംശയം മാഷെ. ഗായത്രി ഉപാസന 3 വർണ്ണങ്ങൾക്ക് മാത്രമേ പാടുള്ളൂ എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്? ഏതു ഉപാസനകളും ചെയ്യേണ്ടത് ത്രൈവർണികന്മാരാണ് എന്നാണ് നമ്മളോട് പറയുന്നത്. കാരണം ശൂദ്ര വർണ്ണത്തിൽപ്പെട്ടവര്, ഈ വർണ്ണം എന്ന് പറയുന്നത് ജാതിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ശൂദ്രവർണ്ണത്തിൽപ്പെട്ടവർക്ക് ഉപാസന ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അവര് കർമ്മം ചെയ്തിട്ട് വേണം വൈശ്യ സ്വഭാവത്തിലേക്ക് വരാൻ. ആ വൈശ്യ സ്വഭാവത്തിൽ വന്നിട്ടാണ് ബാക്കി ഉപാസനാ ക്രമങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് പറയുക. എന്തിലും ശോചിച്ച് നടക്കുന്നവരാണ് ശൂദ്രന്മാർ. അവർക്ക് എങ്ങനെ ഉപാസന ചെയ്യാൻ പറ്റും? ഓ മാഷെ. അത് ഇപ്പോ ഈ കാര്യം പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ബ്രാഹ്മണരിൽ തന്നെ ബ്രാഹ്മണരില് ക്ഷത്രിയര്, ബ്രാഹ്മണരില് വൈശ്യര്, ബ്രാഹ്മണരില് ശൂദ്രന്മാര്, ഇവരുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ് വളരെ സ്പഷ്ടമായി.
അങ്ങനെ ഓരോ വർണ്ണത്തിലും വർണ്ണികന്മാരുണ്ട്, ആശ്രമികളും ഉണ്ട്. സാറേ രുദ്രാക്ഷം ധരിക്കേണ്ട എങ്ങനെയാണ് സാർ? ഞാൻ ആ സമയത്ത് ഞാനില്ല ഇല്ലായിരുന്നു സാർ. ഏത് മുഖമുള്ള രുദ്രാക്ഷമായാലും രുദ്രാക്ഷമാണ് എന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ രുദ്രാക്ഷം നമുക്ക് ഒറ്റയായിട്ടും ധരിക്കാം, 108 എണ്ണായിട്ട് ധരിക്കാം, 50 എണ്ണായിട്ട് ധരിക്കാം. അങ്ങനെ ജപസംഖ്യക്ക് തുല്യമായിട്ടുള്ള ഏത് സംഖ്യ വെച്ചിട്ടും ധരിക്കാം. അത് ശരീരത്തിന്റെ ഏത് ഭാഗത്തും ധരിക്കാം എന്നാണ് പറഞ്ഞത്. നമ്മൾ ശിരസിൽ ധരിക്കാം, പിന്നെ ചെവിയിൽ ധരിക്കാം, കണ്ഠത്തിൽ ധരിക്കാം, മാറിൽ ധരിക്കാം, കൈകളിൽ തോൾവളകളായിട്ട് ധരിക്കാം, മണിബന്ധത്തിൽ സാധാരണ വളകളായിട്ട് ധരിക്കാം. ഇങ്ങനെ എവിടെ വേണമെങ്കിലും ധരിക്കാം എന്ന. മാല കോർത്ത് ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പുച്ഛവും ശിരസും കോർക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒന്നിന്റെ പുച്ഛം മറ്റൊന്നിന്റെ പുച്ഛത്തോട് ബന്ധപ്പെടുകയും ഒന്നിന്റെ മുഖം മറ്റൊന്നിന്റെ മുഖത്തോട് ബന്ധപ്പെടുകയും നിലയിൽ പരസ്പര പൂരകമായിട്ടേ കോർക്കാവൂ എന്ന് ധരിക്കണം. ഇല്ലെങ്കിൽ നെഗറ്റീവ് ആവും ഫലം, വിപരീത ഫലം ചെയ്യും. എന്തായാലും രുദ്രാക്ഷം ധരിക്കാം. സർവ്വരോഗങ്ങളും നശിക്കുന്നതാണ്. ഞാൻ ആ ചില ഭാഗം എന്തുകൊണ്ടാ വായിക്കാതിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത്രമാത്രം പ്രസക്തിയില്ല. കാരണം അത് പിന്നെ ഇന്നിന്ന രോഗങ്ങളൊക്കെ അതുകൊണ്ട് നശിക്കും ഇത്ര രുദ്രാക്ഷങ്ങൾ ധരിച്ചാൽ എന്നൊക്കെ പറയുന്നുണ്ട് അധ്യായത്തിൽ. അതിന്റെ ഒന്നും വിസ്തരിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ കണ്ഠത്തിൽ മുട്ടിക്കൊണ്ട് ഒരു രുദ്രാക്ഷെങ്കിലും ധരിക്കാൻ പറ്റിയാൽ നമ്മളുടെ ശബ്ദവും അതുപോലെ കഫപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ പരിഹാരം അവിടെ തന്നെ വരും. അതുപോലെ അനുഭവസിദ്ധമാണ് അതൊക്കെ. കോർക്കുന്നത് എങ്ങനെ സാറേ? അത് നൂലാണോ? അതിന് ചരട് ഏതായാലും കുഴപ്പമൊന്നുമില്ല. പണ്ട് കാലത്ത് ഇത് കോർത്തിരുന്നത് സാധാരണ വസ്ത്രം ഉണ്ടാക്കുന്ന നൂലുകൾ വഴിയാണ്. അതുപോലെ വള്ളികൾ, പലതരത്തിലുള്ള വള്ളികളുണ്ട്, അതുകൊണ്ട് കോർക്കാം. ഇനി അതല്ലെങ്കിൽ വാഴനാര് പോലെയുള്ള നാരുകൾ ഉപയോഗിച്ച് ചെയ്യാം. മനസ്സിലായില്ലേ? സ്വർണം കൊണ്ടുള്ള കമ്പികൾ ചെയ്യാം, വെള്ളി കൊണ്ടുള്ള കമ്പികൾ കൊണ്ട് കോർക്കാം, ഇതൊക്കെ ചെയ്യാം. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഏതായാലും എന്നെ കേട്ട എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഒപ്പം തന്നെ ഒരു അപേക്ഷ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി കുറഞ്ഞ പോർഷൻ നമുക്ക് സംസാരിക്കാൻ പറ്റിയാലേ വിസ്തരിച്ച് നമുക്ക് അതിന്റെ അന്തസ്സത്ത കൂടി ഉൾക്കൊള്ളുന്ന വിധത്തിൽ പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഗായത്രി പുനശ്ചരണം എന്ന് പറയുന്ന ഭാഗം ഞാൻ വിഴുങ്ങി. അതിന്റെ കാരണം എന്താ വെച്ചാൽ അതിപ്പോ എല്ലാവർക്കും ആവശ്യം വരില്ല കോമൺ ആയിട്ട്. പക്ഷെ അത് ഉപാസിക്കുന്നവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതിന് നമ്മളോട് പറയും ലക്ഷോപാസന എന്ന് പറയും. മന്ത്രം അക്ഷരലക്ഷം ഉപാസിക്കണം എന്ന് പറയും. അപ്പൊ അക്ഷരലക്ഷം ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗായത്രി 24, ഞാനൊരു പ്രഭാഷണത്തിൽ കേട്ടതാണ്. 24 അക്ഷര ഉള്ളത്, അതുകൊണ്ട് 24 ഒരു ഗായത്രി ഉപയോഗിക്കുക. അതുപോലെ 24 ലക്ഷം ആണ് അക്ഷരലക്ഷം. അങ്ങനെ പോരാ, അതിനൊരു ക്രമമുണ്ട്. എന്താ ക്രമം? ഗായത്രിക്ക് വ്യാഹൃതി ഉണ്ട്, പ്രണവമുണ്ട്. അപ്പൊ ഈ പ്രണവവും വ്യാഹൃതിയും ഗായത്രി മന്ത്രത്തിലെ 24 അക്ഷരവും ലക്ഷങ്ങളായിട്ട് ജപിച്ചാൽ മാത്രം പോരാ. അതിന്റെ ഋഷി, ഛന്ദസ്, ദേവത, ഈ 3 എണ്ണത്തിലെ അക്ഷരസംഖ്യയും കൂടി കൂട്ടിയിട്ട് അത്രയും ലക്ഷം ജപിക്കണം. അങ്ങനെയാണ്. ആ ജപം എങ്ങനെയാണ് സാധനയിലേക്ക് വരുവാൻ ചോദിച്ചാൽ താല്പര്യമുള്ളവർക്ക് അതെല്ലാം വിസ്തരിച്ച് മനസ്സിലാക്കാവുന്ന ഒരു കേസ് ആണ്. എങ്ങനെയാ അത് ചെയ്യുവാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ജപം കഴിഞ്ഞാൽ പിന്നെ തർപ്പണം. ഈ ജപിക്കുന്നത് എത്ര അക്ഷരലക്ഷം ജപിച്ചു കഴിഞ്ഞാൽ അതിന്റെ ദശാംശത്തില് നമ്മൾ തർപ്പണം ചെയ്യണം. 10-1. തർപ്പണം ചെയ്യുന്നതിന്റെ 10-1 ഹോമം ചെയ്യണം, ആഹുതി ചെയ്യണം. മനസ്സിലായില്ലേ?
ഈ ഹോമം ചെയ്യുന്നതിന്റെ 10-1 ബ്രാഹ്മണർക്ക് ഭോജനവും കൊടുക്കണം. ഇതാണ് അതിന്റെ ക്രമം. ഇത്രയും ചെയ്താല് നമുക്ക് എന്ത് കിട്ടും? ആ മന്ത്രജപത്തിന്റെ സിദ്ധി നമുക്കുണ്ടാവും, മന്ത്രസിദ്ധി ഉണ്ടാവും. ഇതാണ് അതിന്റെ ക്രമം. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്നാ പിന്നെ അങ്ങ് ചെയ്തേക്കാന്ന് പറഞ്ഞ് ചിലര് സമയമുള്ളവര് അത് തുടങ്ങിയാല് പോരാ, അതിന് പൂർവ്വപീഠിക വേറെയുണ്ട്. ഇതെങ്ങനെ ആരംഭിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു പൂർവ്വപീഠികയുണ്ട്. ആ പൂർവ്വപീഠിക കൂടി മനസ്സിലാക്കിയിട്ട് ചെയ്യാവും. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ അവിടുന്ന് ഇവിടുന്നും കേട്ടിട്ടൊന്നും ചെയ്യരുത്. മനസ്സിലായില്ലേ? സാക്ഷാത് ഗുരുനാഥന്റെ നിർദ്ദേശപ്രകാരം നേരിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ നാമജപത്തിനും സാധാരണ നിത്യകർമ്മ ജപത്തിനും സന്ധ്യോപാസനക്കൊന്നും ആ നിയമമൊന്നും ബാധകമല്ല. അതുകൊണ്ടാണ് നമശിവായ ജപിച്ച് ചന്ദനം തൊടുന്ന ഭസ്മം തൊടുന്നതിന് ഒരാളുടെ ചീട്ടും വേണ്ട. മനസ്സിലായില്ലേ? ധൈര്യമായിട്ട് ചെയ്യാം. ഇതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. വളരെ സന്തോഷം. നമ്മള് ഇതൊരു തുടക്കത്തില് ഇതിന്റെ ഒരു സംഗ്രഹം പ്രഭാഷണം നടത്താനും പിന്നീട് ഓരോ പാർട്ടായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ കാര്യക്രമങ്ങൾ ഓരോ വർഷവും ഓരോ ഗ്രന്ഥങ്ങൾ, അതിനിടയിൽ ചില മാസങ്ങളിൽ ചില പ്രധാനപ്പെട്ട ചെറിയ ചെറിയ പാർട്ടുകൾ, ആ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഈ പഠനവും നടത്തി വരുന്നത്. എന്തായാലും വളരെ സന്തോഷം. കാര്യക്രമത്തിലേക്ക് കടക്കാം. നിമിഷ. ഓക്കെ, ഈ ഇന്നത്തെ ഈ സെഷൻ ഏകദേശം നമുക്കത് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാന്ന് തോന്നുന്നു. ആർക്കെങ്കിലും മറുപടിയൊക്കെ പരമാവധി ചോദിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സമയവും അതിക്രമിച്ച കാരണം നമുക്ക് നന്ദി പറയുന്നതിലേക്ക് പ്രഭാഷകനും അതേപോലെ ഈ ഒരു സെഷൻ ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറയുന്നതിനായി ശ്രീമതി രതി മഹേഷിനെ ക്ഷണിച്ചോളുന്നു. നമസ്തേ. വൈശാഖ മാസാചരണ യജ്ഞത്തിന്റെ ഭാഗമായി നടക്കുന്ന ദേവി ഭാഗവത പ്രഭാഷണത്തിൽ ഇന്ന് നമ്മോടൊപ്പം പങ്കുചേർന്ന ബ്രഹ്മശ്രീ എഗ്ഡ നീലമന ഈശ്വരൻ നമ്പൂതിരി അവർക്ക് തന്ത്രി സമാജത്തിന്റെയും TVSRCയുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നേ ദിവസം ഈ യജ്ഞത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി എടുത്തി. എല്ലാവർക്കും നമസ്കാരം. നമ്മളെ നാളെ 12ാമത്തെ സ്കന്ധം, അവസാനത്തെ സ്കന്ധമായ 12ാമത്തെ സ്കന്ധം കാഞ്ഞാട് വാസുദേവൻ നമ്പൂതിരിയാണ്. അതോടുകൂടി ഒരു സംഗ്രഹം പൂർത്തിയാവുകയാണ്. 7-ാം തീയതി സമാപന സഭയും നടത്തുന്നതോടുകൂടിയിട്ട് നമ്മുടെ ഈ വൈശാഖ മാസ സമാപനവും. അപ്പോൾ തുടർന്നുള്ള 2 ദിവസങ്ങളിലും എല്ലാവരുടെയും സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം.